بالعالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. വളരെയേറെ ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, ജീവിതത്തിന്റെ എല്ലാ രംഗത്തും അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ സ്വന്തത്തോടെന്ന പോലെ നിങ്ങളിൽ ഓരോരുത്തരോടും അതർഹിക്കുന്ന ഗൗരവത്തിൽ ശക്തമായ ഭാഷയിൽ വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. ഖുർആനിക വചനങ്ങളിലൂടെ കടന്നുപോകുമ്പോൾ ഒരു വിശ്വാസിക്ക് അല്ലെങ്കിൽ ഒരു വിശ്വാസിനിക്ക് കൂടുതൽ ഉൾക്കാഴ്ചയും ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും നിലപാടുകൾ എടുക്കാനുള്ള കഴിവും വർദ്ധിക്കും എന്ന കാര്യത്തിൽ അതുമായി ബന്ധപ്പെടുന്നവർക്ക് സംശയമുണ്ടാവില്ല. ഖുർആൻ എപ്പോഴും നമുക്കൊരു നല്ല സഹായി കൂടിയാണ്. ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ, നാൽക്കവലകളിലൊക്കെ നമ്മൾ നിൽക്കുമ്പോൾ എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നതിനൊരു കൃത്യമായ ഉത്തരമുണ്ട് ഖുർആനിൽ. ആ ഉത്തരം കണ്ടെത്തണമെങ്കിൽ ഖുർആനിനോടൊരു ബന്ധവും അത് മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളുടെ വ്യക്തതയുമൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. അപ്പം നമ്മൾ ജീവിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ ജീവികളായി യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ജീവിക്കുന്ന മനുഷ്യരായിട്ട് ഒരു നല്ല ശതമാനം ആളുകൾ മാറിയ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഭാര്യ ഇല്ലാതെ 2-3 ദിവസം നിന്നാലും മാതാപിതാക്കളുടെ സാന്നിധ്യമോ മക്കളുടെ സാന്നിധ്യമോ ഒന്നുമില്ലാതെ ഒരുപക്ഷെ കുറേ ദിവസമൊക്കെ നമ്മൾ നിൽക്കും. പക്ഷെ ഒരു മണിക്കൂർ പോലും ഒരു മൊബൈലിന്റെ സാന്നിധ്യമില്ലാതെ പല ആളുകൾക്കും ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ്. എന്തിലും കയറി ഇടപെടുക, ആരുടെ ജീവിതത്തിലും ഇടപെടുക, ഒരാവശ്യവുമില്ലാത്ത വിഷയത്തിലൊക്കെ ഇങ്ങനെ അവനാൻ അഭിപ്രായങ്ങൾ പറയുക. ഞാനിവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നൊരു കാര്യം, ആവശ്യമില്ലാത്ത ഒരു സ്ഥലത്തും നമ്മൾ ഇടപെടാതിരിക്കുക എന്നുള്ളത് എങ്ങനെ നമുക്ക് സാധിക്കും എന്നതാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഒരാൾക്ക് ആവശ്യമില്ലാത്തതിൽ ഇടപെടാതിരിക്കുക, അത് തന്നെ മതി അയാൾക്ക് വിജയിക്കാൻ. നേരെ ഓപ്പോസിറ്റായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആവശ്യമില്ലാത്ത തരത്തിലൊക്കെ ഇടപെടുക, അത് മതി അയാളുടെ നാശത്തിന്. ഒന്നും ഉറപ്പുവരുത്തില്ല, കൺഫേം ആക്കില്ല. എന്ത് കേട്ടാലും നമ്മൾ സാധാരണ നാട്ടിൽ പറയും കാള പറ്റാ കയറെടുക്കുക. ഇരിക്കുന്ന നമ്മളൊക്കെ നമ്മളിത് കേൾക്കണ്ടല്ലോ. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ കേൾക്കും. കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കണം.
ചിന്തിച്ചിട്ട് വേണം നമുക്ക് തീരുമാനമെടുക്കാൻ. കഴിഞ്ഞ ആഴ്ച ഞാൻ ഈ വാചകം ഇങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്ന് പറയുന്ന വിഷയങ്ങൾ കുറച്ച് ഖുർആനിക വചനങ്ങൾ പറയുക ചെയ്യുന്നു. അതിന്റെ അർത്ഥവും അതിലുണ്ട്. വിശ്വാസികൾ ഇന്ന് എന്താണ് സ്വീകരിക്കേണ്ടതെന്ന് അതിലുണ്ട്. അപ്പൊ നമ്മൾ കുറച്ച് ഗൗരവമായി ഓരോന്നിനെ നോക്കി കാണുമ്പോൾ, ഞാനൊരു ഗൗരവമായി കാണുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഗൗരവമായി കണ്ടോളുന്നൊന്നും അഭിപ്രായം എനിക്കില്ല. പക്ഷെ ഖുർആൻ വളരെ പ്രാധാന്യത്തോടുകൂടി കാണുന്നതിനെയൊക്കെ ആ പ്രാധാന്യത്തോടുകൂടി മുകളിലെടുക്കണം എന്നുള്ളൊരു വിശ്വാസം ഉള്ള ഒരാളാണ്. അതുകൊണ്ട് ആ വിശ്വാസത്തിൽ കുറച്ച് ഗൗരവമായിട്ട് കാര്യങ്ങൾ നോക്കിക്കാണുകയും പറയുകയും ചെയ്യാറുണ്ട് എന്നതും നിങ്ങൾക്ക് നന്നായി അറിയാവുന്നതാണ്. ഇന്ന് ഞാൻ പറയുന്ന ഖുർആന്റെ വചനവും അതിലടങ്ങിയുന്ന കണ്ടന്റും നാമുമായി എത്ര ബന്ധപ്പെട്ട് കിടക്കുന്നു. ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലത്തി ഹിയ അഖ്വം, ഏറ്റവും ചൊവ്വായതിലേക്ക്, 17 അധ്യായം 9 വചനാണ്. ഏറ്റവും ചൊവ്വായതിലേക്ക് ഈ ഗ്രന്ഥം നിങ്ങളെ നയിക്കുന്നു. അത് വെറും ഒരു അവകാശവാദമല്ല, അത് ബോധ്യപ്പെടുത്തുന്ന കുറച്ച് ഖുർആനിക വചനങ്ങളിലൂടെ ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് കടന്നു. ഖുർആനിലെ 60 അധ്യായമാണ് സൂറത്ത് മുംതഹന. അതിന് 4 വചനം ഒരു നിലപാടുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യമാണ്. പലർക്കും സുപരിചിതമാണ്. ഒരു വിഷയം ക്രോഡീകരിക്കുന്ന സമയത്ത് ഇത് ആവർത്തിച്ചു പറയേണ്ടതായിട്ടുണ്ട് ഇന്ന് എന്നുള്ളതാണ്. ഒരാവശ്യവുമില്ലാതെ എന്തിലും കയറി ആളുകൾ അഭിപ്രായം പറയും. ഒന്നും പഠിക്കാൻ തയ്യാറില്ല. എനിക്കതിൽ ഏറ്റവും വേദന തോന്നിയ ഒന്നാണ്, ചേലാകർമ്മം ചെയ്യാൻ വേണ്ടി ഒരു കുട്ടിനെ കൊണ്ടുവന്നു, അങ്ങനെ കുട്ടി മരിച്ചുപോയി. അത് ചാനലിലൊക്കെ ചർച്ചയായിരുന്നു, നിങ്ങളും ഞാനും ഒക്കെ കണ്ടതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിന്റെ സ്ഥിതി അറിയോ? ചേലാകർമ്മം ഒന്നും നടന്നിട്ടില്ല. ചേലാകർമ്മം ചെയ്തതിന്റെ പേരിലും അല്ല കുട്ടി മരിച്ചത്. പക്ഷെ പുറത്തോട്ട് വന്നെങ്ങനെയാണ്? ബാലാവകാശ കമ്മീഷന് കേസ് കൊടുക്കുന്നു. കേസ് കൊടുക്കണ എന്തിനാണ്? ചേലാകർമ്മം ഖുർആനിൽ ഇല്ല എന്ന് പറയാനാണ്. എന്നാ അതിന്റെ ആളുകൾ കൂടി വരികയാണല്ലോ, ഖുർആനിലുണ്ടെങ്കിൽ എടുക്കാന്ന്. ചേലാകർമ്മം ഖുർആനിലില്ല എന്നാണ് അവൻ കണ്ടെത്തുന്നതെങ്കിൽ അവൻ ഖുർആൻ കണ്ടിട്ടില്ല എന്നാണ് എന്റെ അഭിപ്രായം. ഞാൻ പറഞ്ഞാലോ, അത് സ്വഹാബിമാര് പറഞ്ഞ ഒരു വിഷയത്തിൽ സ്വഹാബി പറഞ്ഞപ്പോ ഒരു സ്ത്രീ പറഞ്ഞു, ഞാൻ ഖുർആനിൽ കണ്ടിട്ടില്ലല്ലോ. അപ്പൊ അവർക്ക് ഹദീസ് കണ്ടാ സ്വീകാര്യമല്ല, അതുകൊണ്ടാണ് അവർ ഖുർആനിൽ കണ്ടില്ലല്ലോ. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് പറഞ്ഞ വാചകം, ഖുർആൻ വായിച്ചിട്ടുണ്ടെങ്കിൽ അത് ഖുർആനിലുണ്ട്. നിങ്ങൾ ഖുർആൻ വായിച്ചിട്ടില്ല, നിങ്ങൾ ഖുർആന്റെ ആളാന്ന് പറയുന്നേ ഉള്ളൂ. നിങ്ങൾ ഖുർആനിന്റെ ആള്. നിങ്ങൾ സാധാരണ ഹദീസ് നിഷേധി, എനിക്ക് നല്ല വിയോജിപ്പുള്ളൊരു വാചകമാണ്. ഹദീസ് നിഷേധിയല്ല, ഖുർആൻ നിഷേധി. ഒരു സഹിയായ ഹദീസിനെ ഒരാൾ നിഷേധിക്കുന്നുണ്ടെങ്കിൽ ഓൻ ഖുർആൻ പ്രകാരം കാഫിറാണ്. ഓൻ വെറും ഹദീസ് നിഷേധി, ഓൻ ബുദ്ധി ഉപയോഗിച്ചോന്നല്ല, ഓൻ കാഫിറാണ്. പരിപൂർണമായ അർത്ഥത്തിലെ 916 കാരറ്റ് കാഫിറാണ്. ഒരു ഹദീസ് നിഷേധിയല്ല, ഖുർആൻ നിഷേധിയാണ്. ഹദീസ് നിരൂപണം വേറെയാണ്, ഹദീസ് നിഷേധം വേറെയാണ്. എന്താണ് അങ്ങനെ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, ദാറുഖുത്നിയെ കൊണ്ടുവന്നിട്ട് പറയും, ഇമാം ബുഖാരിയുടെ എത്ര ഹദീസുകളൊക്കെ അദ്ദേഹം നിരൂപണം ചെയ്തിട്ടുണ്ട്. നിരൂപണവും നിഷേധവും രണ്ടാ. ഒരു സംഗതിയെ നിരൂപണം ചെയ്യലും നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും. അത്യാവശ്യം വിദ്യാഭ്യാസമുള്ളവരെ ഈ സദസ്സിൽ ഇരിക്കുന്നതെന്ന് ഉത്തമ ബോധ്യം എനിക്കുണ്ട്. നിരൂപണം വേറെയാണ്, നിഷേധം വേറെയാണ്. നിരൂപണം എന്ന് പറഞ്ഞാൽ ഒരു സംഗതിയെ പടച്ചോൻ നൽകിയ ബുദ്ധി കൊണ്ട് നിരൂപണം ചെയ്യാണ്. ആ കണ്ടന്റിനെ കുറിച്ചുള്ള നിരൂപണമാണ്, കാര്യങ്ങളെ കുറിച്ചുള്ള നിരൂപണം, നിഷേധമല്ല. അത് മനസ്സിലാകണമെങ്കിൽ ആ രംഗത്ത് കുറെ കൂടെ വായനകൾ ആവശ്യമുണ്ട് നമ്മുടെ ലോകത്ത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് കാര്യത്തിലും നമ്മൾ ഒരു കാര്യം മനസ്സിലായി, ഇന്നത്തെ ഖുത്ബ പൂർത്തിയാകുമ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും ഞാൻ എന്തുകൊണ്ടാണ് ഈ വിഷയം ഇങ്ങനെ പറയുന്നത്. എന്റെ നാട്ടിലാണ് ആ കുട്ടിയുടെ മരണം ഉണ്ടായത്. ഈ നാട്ടിൽ 3 മിനിറ്റ് കൊണ്ട് എത്താവുന്ന സ്ഥലത്ത്, കാക്കൂര് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ക്ലിനിക്കിൽ കുട്ടിനെ കൊണ്ടുവന്നു. കുട്ടിയുടെ ഏറ്റവും രസമുള്ള നേരം, കുട്ടി 8ാം മാസത്തിൽ മാസം പൂർത്തിയാകാതെ പ്രസവിച്ചു പോയൊരു കുഞ്ഞാണ് കുട്ടി. അപ്പൊ അത് രക്ഷിതാക്കൾ മറച്ചു വെച്ചു. സ്വാഭാവികമായിട്ടും ഡോക്ടറെ എടുത്ത് ഒരു കാര്യവും മറച്ചു വെക്കരുത്. നമുക്ക് മാർഗനിർദ്ദേശം നൽകുന്ന ആളുകളുടെ മുമ്പിൽ മനസ്സ് തുറക്കുക എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ ഡോക്ടർമാർക്ക് അറിയില്ല ഈ കുട്ടി മാസം പൂർത്തിയാകാതെ പ്രസവിച്ച കുട്ടിയാണ്. അത് മറച്ചു വെച്ചു. അതുകൊണ്ടാണ് ആ രക്ഷിതാക്കള് ആ ഹോസ്പിറ്റലിന്റെ പേരിൽ ഞങ്ങൾക്ക് കംപ്ലൈന്റ് ഇല്ല എന്ന് പറയാനുള്ള കാരണമാണ്. പിന്നെ എന്താ ഉണ്ടായത്, ഈ മൈനർ അനസ്തേഷ്യ കൊടുക്കും. അനസ്തേഷ്യ കൊടുക്കുന്ന സമയത്ത് ഈ കുട്ടി ബലം പിടിച്ചു. ഈ കുട്ടിയുടെ തലച്ചോറിലേക്ക് അപസ്മാരമുണ്ടല്ലോ, വിവിധ രൂപ അപസ്മാരുണ്ട്. ഡോക്ടർമാരുണ്ടാവും ഈ സദസ്സിൽ. വിവരക്കേടൊന്നും പറയാൻ ഞാൻ ആളല്ല, വായിച്ച് പഠിച്ചിട്ട് തന്നെ പറയുന്നത്. അപ്പൊ അപസ്മാരം ഉണ്ടായി, കുട്ടിയുടെ മസിലെല്ലാം ബ്ലോക്കായി, കുട്ടി ആകെ ഒരു ബലം പിടിച്ചും മരം പോലെ കുട്ടിയുടെ മരിക്കുകയും ചെയ്തു. ചേലാകർമ്മം എന്നൊരു സംഗതിയേ നടന്നിട്ടില്ല. അനസ്തേഷ്യ ചെയ്തപ്പോ കുട്ടി മരിച്ചു.
അപ്പൊ ബാലാവകാശ കമ്മീഷന് കേസ് കൊടുക്കേണ്ട എങ്ങനെയാണ്? കുട്ടികൾക്ക് അനസ്തേഷ്യ പാടില്ല, അനസ്തേഷ്യ ചെയ്തപ്പോ കുട്ടി മരിച്ചു എന്നല്ലേ പറയുന്നുണ്ട്. പറഞ്ഞതെന്താ? മാപ്പിളാരാണെങ്കിൽ ഏറ്റവും, കാരണം മാപ്പിളാർക്ക് വേറൊന്നുണ്ട്, 4-5 ആൾക്കാരുടെ കയ്യടി കിട്ടിയാൽ മതി. ഓനാണ് അച്ചാ മാപ്പിള. ഏത് തോന്നിയാസം പറയുന്നതിനാണ് അച്ചാ മാപ്പിള. ഒരു വിവരം ഉണ്ടാവില്ല. ആ അച്ചാ മാപ്പിളന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തായിരിക്കണം? ഓന്റെ തലച്ചോറ് ആകെ എടുത്തിട്ട് നമ്മൾ പരിശോധിച്ചാൽ 4 കാലിൽ ജീവിക്കുന്ന ജന്മത്തിന്റെ കോമൺ സെൻസ് പോലും ഓനുണ്ടാവില്ല. വിഷമം തോന്നില്ലല്ലോ മാപ്പായിക്കാരെ. ഓനെ കുറിച്ച് അത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിലേ മനസ്സിലായില്ലേ? അത് ഇപ്പൊ ഇസ്ലാമിന്റെ പേരിട്ടിട്ട് ഇസ്ലാമിനെതിരെ ഫുൾ ടൈം നിൽക്കുന്ന കുറെ ആളുകളുണ്ടല്ലോ സോഷ്യൽ മീഡിയ. പേര് പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ഞാൻ പറയുന്നത്, ഒരു കുട്ടിക്ക് അനസ്തേഷ്യ കൊടുത്ത് മരിച്ചാൽ ഡോക്ടർക്കെതിരെ അനസ്തേഷ്യക്കെതിരെ പറയാന്നല്ലാതെ ചേലാകർമ്മം നടന്നിട്ടുണ്ടല്ല. പുകിലെന്തായിരുന്നു? ഒരാഴ്ച ചേലാകർമായിരുന്നു. ഞാൻ ഇതെന്തിനാ പറഞ്ഞതെന്ന് വെച്ചാൽ, വിഷയമല്ല നമ്മുടെ പ്രശ്നം. നമുക്ക് എന്തിനോടൊക്കെ വിരോധമുണ്ട്, അതുമ്മൽ വെച്ചിട്ട് നമ്മൾ ആ കാര്യങ്ങൾ നോക്കിക്കാണുകയാണ് ചെയ്യുന്നത്. അതിനപ്പുറത്ത് അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ നിന്ന് ചില കാര്യങ്ങൾ നോക്കിക്കാണാൻ സാധ്യമായാൽ അത് എത്രയോ ബെറ്റർ ആയിരിക്കും. നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഒരു ലോകത്ത് നമുക്ക് കാഴ്ചപ്പാടുകൾ ഉണ്ടാവണം, നിലപാടുണ്ടാകണം. കാരണം നമ്മൾ മറ്റുള്ളവരെ പോലെ അല്ല. ഞാൻ കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞു, അതിന് മുമ്പത്തെ ആഴ്ചയും പറഞ്ഞു. ഇപ്പൊ നിങ്ങൾ നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തമമായ മാതൃക 2 പ്രവാചകന്മാരുടെ വാചകവുമായി ബന്ധപ്പെട്ട് സവിശേഷമായി ഖുർആൻ പറഞ്ഞ കാര്യമാണ്. ഒന്ന്, ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫീ ഇബ്രാഹീം വല്ലദീന മഅഹു ഇദ് ഖാലൂ ലിഖൗമിഹി ഇന്നാ ബുർആഉ മിൻകും വമിമ്മാ തഅബുദൂന മിൻ ദൂനില്ലാഹ് കഫർനാ ബികും വബദാ ബൈനനാ വബൈനകുമുൽ അദാവത്തു വൽ ബഗ്ളാഹു അബദാ ഹത്താ തുഅ്മിനൂ ബില്ലാഹി വഹദാ ഇല്ലാ ഖൗല ഇബ്രാഹീം ലിഅബീഹി. സൂറത്ത് മുംതഹനയിലെ 4-ാമത്തെ വചനമാണ്. നമുക്കതിന്റെ അർത്ഥം നോക്കാം. നിങ്ങൾക്ക് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിലും, നിങ്ങൾ അടിവരട്ട് ഇങ്ങനെ മനസ്സിലാക്കുക, ഖുർആന്റെ നേർക്ക് നേരെ എന്റെ വാചകങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉപേക്ഷിക്കാം, തള്ളിക്കളയാം. അള്ളാഹുവിന്റെ വാചകം എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്ന ആയത്തും അതിന്റെ അർത്ഥം ഉണ്ടല്ലോ, അത് മുകളിലേക്ക് എടുക്കണം. വേറെ ഒന്നും നമ്മൾ മുകളിലേക്ക് എടുത്തിട്ടില്ലെങ്കിലും ഇത് നമ്മൾ മുകളിലേക്ക് എടുത്തേ പറ്റും. നിങ്ങൾക്ക് ഇബ്രാഹിം നബിയിലും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരിലും ഉത്തമമായ മാതൃക ഉണ്ടായിട്ടുണ്ട്. ഏത് കാര്യത്തിൽ? ഏത് കാര്യത്തിലാണ് ആ മാതൃക? അത് ശരിക്കും ആലോചിച്ച് തന്നെ വേണം. നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിങ്ങനെ പോവാണ്. നമ്മൾ മാത്രം ഒരു 60-70 കൊല്ലം ജീവിച്ച് അതോടുകൂടി ജീവിതം അവസാനിക്കല്ലേ? നമ്മുടെ ജീവിതം തുടങ്ങുകയാണ്. ആ ജീവിതം തുടങ്ങുമ്പോ അവിടെ പരിശോധിക്കപ്പെടുന്നത് മുഴുവനും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു പറഞ്ഞ ഒരു വാചകത്തെ ബേസ് ചെയ്തിട്ടാണ്. അതെന്താണത്? ദുനിയാവ് അമലി ചെയ്യാനുള്ള ഇടമാണ്. അവിടെ ഹിസാബില്ല, വിചാരണയില്ല. അല്ലാന്റെ ആഖിറം വിചാരണ മാത്രമുള്ള ഇടാണ്, അവിടെ അമലില്ല. ഈ ലോകത്ത് വെച്ച് വേണം നമുക്ക് സ്വർഗത്തിലേക്കുള്ളത് സമ്പാദിക്കാൻ. അതിവിടെ വെച്ചേ സാധ്യം. ഖബറിലെത്തിയതിനു ശേഷം നമുക്ക് സാധ്യമല്ല. ഖബറിൽ പോലും നമുക്ക് കിട്ടുന്നത് ഖബറിലെത്തുന്നതിന് മുമ്പ് നമ്മൾ ചെയ്ത കാര്യമാണ്. ഈ വാചകങ്ങളൊക്കെ നിങ്ങൾ ശരിക്കും ഓർക്കണം കേട്ടോ. കാരണം ഒരു വെള്ളിയാഴ്ച ഖുതുബ കഴിഞ്ഞാൽ അടുത്ത വെള്ളിയാഴ്ച വരെ ചിന്തിക്കാം. ഞാൻ അങ്ങനെ ചിന്തിച്ചു ഓരോ ഖുതുബകളിലും മനസ്സിങ്ങനെ എന്റെ കഴിവിന്റെ പരമാവധിയാണ് ഞാൻ പറയുന്നത്. ഞാൻ വളരെ കഴിവ് കുറഞ്ഞ ഒരാളുമാണ്. അതിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് മാക്സിമം പറയണം, എന്റെ മാക്സിമം പറയണം. അതിൽ എനിക്ക് പടച്ചോന്റെ അടുത്ത് ഒരു ഭയപ്പാടും ഉണ്ടായിട്ടില്ല ഇന്ന് വരെ. എന്റെ കഴിവിന്റെ മാക്സിമം ഞാൻ ആ വിഷയങ്ങൾ പറയാറുണ്ട് എന്നതിൽ എനിക്ക് അള്ളാന്റെ മുമ്പിൽ അതില്ല, ഒക്കെ മറച്ചു വെച്ച ഒരാളാണ് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഇന്ന് വരെ. അതിന്റെ പേരിൽ എനിക്ക് പേടിയില്ല പടച്ചോനെ കണ്ടുമുട്ടാൻ. അതിന്റെ പേരിൽ എനിക്ക് പേടിയില്ല. കാരണം നമ്മൾ മനസ്സിലാക്കിയത് പറയാന്നുള്ള അതിനല്ലേ നമുക്ക് കഴിയൂ. നമുക്ക് ജനങ്ങളെ പഠിപ്പിക്കുമ്പോൾ ഉറച്ച വിശ്വാസം എന്തോ നമുക്ക് ബോധ്യപ്പെട്ടത് നമ്മൾ ജനങ്ങളോട് പറയാം. നമ്മുടെ ബാധ്യത അതാണ്. എന്റെ ഞാനൊരു ഡോക്ടറായിരുന്നെങ്കിൽ എന്റെ അടുത്തൊരു രോഗി വരികയാണെങ്കിൽ ഞാൻ അതിനെ സമഗ്രമായി പഠിച്ചിട്ട് അയാൾക്ക് മരുന്ന് എഴുതും. എന്റെ ഒരു ആഗ്രഹമാണ്. ഞാൻ പറഞ്ഞു ഞാൻ ഡോക്ടറല്ല. ആണെങ്കിൽ എന്റെ സ്ഥാപനത്തിന് പൈസ ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യം എനിക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ആ ഹോസ്പിറ്റലിലെ ഏറ്റവും വെറുപ്പ് ആ സ്ഥാപനത്തിന്റെ ഡയറക്ടർക്ക് എന്നോടായിരിക്കും. അതുകൊണ്ട് നമ്മളിവിടെ ഇബ്രാഹിം നബിയിൽ ഉത്തമ മാതൃകയുണ്ട്. അദ്ദേഹത്തിൽ വിശ്വസിച്ചവരിലും എന്ന് പറഞ്ഞാൽ ഒരു നാട്, ആ നാട്ടിൽ കുറെ മനുഷ്യന്മാര്, അവിടെ ഒരു ഭരണാധികാരി, അവിടെ ഒരു ഭരണകൂടം, സ്വച്ഛാധിപത്യപരമായ ഭരണകൂടം, ഇതൊക്കെ നടക്കുന്ന ഒരു നാട്ടില് ഇബ്രാഹിം നബിന്റെ കൂടെ, എന്നൊക്കെ അറിയില്ല ഇബ്രാഹിം നബിന്റെ കൂടെ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ ഏറ്റവും ചെറിയ സംഘടനയുടെ കൂടെയുള്ള ആള് പോലും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ കൂടെ അല്ല. നിങ്ങൾക്ക് അറിയില്ലേ? എണ്ണപ്പെട്ട നൂഹ് നബിന്റെ കൂടെ തന്നെ 12, ഒരു റിപ്പോർട്ടിൽ 46. ശരി,
അത്ര ആളെ ഉണ്ടായിരുന്നുള്ളൂ, അതേ ടോട്ടലുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു കൊച്ചു സംഘമുള്ള ഇബ്രാഹിം നബിയെ പറ്റി അള്ളാഹ് പറയാണ്, ഇബ്രാഹിം നബിയിലും അദ്ദേഹത്തിന്റെ കൂടെ ഉള്ളവരിലും നിങ്ങൾക്ക് ഉത്തമമായ മാതൃക ഉണ്ടായിട്ടുണ്ട്. ഇന്നാ ബുറാഉ മിൻകും വമിമ്മ, അവരെന്ത് ചെയ്തു? ബറാ വലാ ബറാ ഇസ്ലാമിലെ വളരെ സവിശേഷമായ രണ്ട് ശബ്ദങ്ങളാണ്. ഇന്നാ ബുറാഉ മിൻകും, അവർ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങളും ഞങ്ങളും തമ്മിൽ ഇതാ ചെറിയൊരു അകലമുണ്ട്. എന്തിന്റെ പേരിലാണ് ആ അകലം? നിങ്ങൾ അല്ലാത്തവരെ ആരാധിക്കുന്നവരാണ്, ഞങ്ങൾ അള്ളാനെ മാത്രം ആരാധിക്കുന്നവർ. അതുകൊണ്ട് വബദാ ബൈനനാ വബൈനകുമുൽ അദാവത്തു വൽ ബഅ്ലാഹു അബദ, നിങ്ങൾക്കിടയിലും ഞങ്ങൾക്കിടയിലും ശത്രുത പ്രത്യക്ഷപ്പെട്ടിരിക്കുകയുമാണ്. ഏത് വിഷയത്തിൽ? തൗഹീദിന്റെ കാര്യത്തിൽ നമ്മൾ തമ്മിൽ എന്തല്ല, നല്ല ടൈപ്പിലല്ല. നിങ്ങളുമായി ഞങ്ങൾ ശക്തമായി, ഞങ്ങളുമായി നിങ്ങൾക്കും ഉണ്ടോ, ഇത് വൺ വേ അല്ല. അവർക്ക് ഇവരോടും ഇവർക്ക് അവരോടും. ഒന്ന് ദോഷമാണ്, ഒന്ന് ഗുണമാണ്. ഒന്ന് ഗുണത്തോടുള്ള ദോഷവാദികളുടെ പോരാട്ടമാണ്, ഒന്ന് ആത്യന്തിക ജീവിതത്തിന്റെ നഷ്ടം. ബുദ്ധിപരമായ, വിവേകപരമായ, നന്ദിപരമായ, നീതിപരമായ എല്ലാ കാര്യങ്ങളും ലംഘിച്ചവരാണ് ശിർക്ക് ചെയ്യുന്നവർ. അതാരായാലും മൊയ്തീൻ ശേഖയെ രക്ഷിക്കണേന്ന് വിളിക്കുന്ന ഒരാൾ നന്ദി കെട്ടവനാണ്, അവിവേകിയാണ്, അറിവില്ലാത്തവനാണ്, നീതിബോധമില്ലാത്തവനാണ്, തലപ്പാവില്ലാത്തവനാണെന്ന് ഞാൻ പറയില്ല, താടിയില്ലാത്തവനാണെന്ന് ഞാൻ പറയില്ല, മുഫ്തി സ്ഥാനം കിട്ടുന്നുണ്ടെന്നില്ല ഞാൻ പറയില്ല. അതൊക്കെ ഉണ്ടാവും. പക്ഷെ പറഞ്ഞ ഞാൻ നേരെ എണ്ണി 5 കാര്യമുണ്ടല്ലോ, അതില്ല. അതില്ലാതെ എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. എന്തുകൊണ്ട്? അള്ളാഹ് പറഞ്ഞു, 3-ാം അധ്യായം 18 അള്ളാഹ് പറഞ്ഞു നീതിമാനല്ല അവൻ. വേറൊരു സ്ഥലത്ത് അള്ളാഹ് പറഞ്ഞു അവൻ ന്യായമില്ലാത്തവനാണെന്ന്. വേറൊരു സ്ഥലത്ത് അള്ളാഹ് പറഞ്ഞു അവന് വിവരമില്ലാത്തവനാണെന്ന്. വേറൊരു സ്ഥലത്ത് പറഞ്ഞു അവൻ തെളിവാചരാക്കാത്തവനാണെന്ന്. അങ്ങനെ പല കോലത്തിലും ആ വിഷയം അള്ളാഹു ഖുർആനിൽ പലയിടങ്ങളിലും പറഞ്ഞു. അത് പിന്നീട് നമ്മുടെ ടോപ്പിക്കായി വരുമ്പോ ഇൻഷാ അല്ലാഹ് ഞാൻ പറയാം. പക്ഷേ ഇവിടെ ഇബ്രാഹിം നബിയിൽ ഉത്തമമായ മാതൃക ഉണ്ടായിട്ടുണ്ട്. എന്താണ് മാതൃകയുടെ ഒരു പ്രശ്നം? എന്താണ് ആ മാതൃക ഉണ്ടായത്? ഏത് കാര്യത്തിലാണ്? ശിർക്കൻവാദികളോട്, ബൗദ്ധ വിശ്വാസികളോടുള്ള നിലപാടുകളുടെ കാര്യത്തിലാണ്. ആ നിലപാട് അവർ പറയുന്നത് നിങ്ങൾക്കിടയിലും ഞങ്ങൾക്കിടയിൽ മാത്രമല്ല, നിങ്ങളെയും നിങ്ങൾ ആരാധിക്കുന്ന വസ്തുക്കളെയും ഞങ്ങൾ വിട്ടൊഴിഞ്ഞു നിൽക്കുന്നു. നിങ്ങളോട് സഹകരിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. നിങ്ങളോട് സഹകരിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ കൂടെ ഇല്ല? അതിന് കാരണം, ഒന്ന്, നിങ്ങൾ ദൈവമില്ലെന്ന് പറയുന്നു. 2, നിങ്ങൾ മരണാനന്തര ജീവിതമില്ലെന്ന് പറയുന്നു. 3, നിങ്ങൾ മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്ന് പറയും. 4, നിങ്ങൾ മതത്തെ തുരത്തണം എന്ന് നിങ്ങൾ ഔദ്യോഗികമായി എഴുതി വെച്ചിരിക്കുന്നു. 5, മതത്തെ നേരിടുക എന്നതാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് നിങ്ങളുടെ ഭരണഘടനയിൽ എഴുതുന്നു. മതവിശ്വാസിയായ ഒരാൾ നിങ്ങളുടെ മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ അത് അവിടെ അവസാനിക്കണമെന്ന് നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളോട് ബന്ധമല്ല. അതുപോലെയല്ല ഇവിടുത്തെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ. ദാറ്റ്സ് ഓൾ. ഞാൻ സൂചന മാത്രം നൽകുകയാണ്. ഇത് തന്നെയാണ് നമുക്ക് എന്തുകൊണ്ട് പറ്റില്ല. പറ്റാത്തതിന് കാരണമുണ്ടെന്നേ. നമ്മളോട് ചോദിക്കുകയാണെന്ത്, വാട്ട് ഈസ് ദ റീസൺ? നമുക്ക് റീസൺ ഉണ്ട്. നമ്മുടെ റീസൺ വളരെ വ്യക്തമാണ്. കാരണം നമ്മൾ മറ്റുള്ളവരെ പോലെയല്ല. ഒന്ന്, നമ്മളുടെ പ്രത്യേകത തന്നെ എന്താണ്? നമ്മളൊരു പ്രത്യേക നിയമത്തെ ആധാരമാക്കി ജീവിക്കുന്നവരാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിലും അദ്ദേഹത്തിൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾക്ക് മാതൃകയുണ്ട്. നിങ്ങളും ഞങ്ങളും തമ്മിൽ ബന്ധമില്ല. നിങ്ങളോടും നിങ്ങൾക്കിടയിലും ഞങ്ങൾക്കിടയിലും ശത്രുത പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഹത്താ, ഏതുവരെ? തുഅ്മിനു ബില്ലാഹി വഹ്ദ, ഏകനായ റബ്ബിന്റെ വഹദാനിയത്ത് നിങ്ങൾ അംഗീകരിച്ചാൽ അന്നിമിഷം അവസാനിക്കും നമ്മൾ തമ്മിലുള്ളത്. കണ്ടോ? അല്ലാതെ നിങ്ങളോട് നിങ്ങളെ തൊലി കറുത്തു എന്നുള്ളതിന്റെ പേരിലോ, നിങ്ങളൊരു ഭരണകൂടത്തിന്റെ കീഴിൽ ജീവിക്കുന്നതിന്റെ പേരിലോ ഒന്നും നമ്മൾ തമ്മിൽ അഭിപ്രായ ഭിന്നതൊന്നുമില്ല. അങ്ങനൊന്നുമില്ല. നിങ്ങൾ നാട് ഭരിക്കുന്നു എന്നുള്ളതിന്റെ പേരിൽ നിങ്ങളോട് ഞങ്ങൾക്കൊന്നുമില്ല. നിങ്ങളുടെ ഏറ്റവും വൃത്തിഹീനമായ, സംസ്കാരവിരുദ്ധമായ, മനുഷ്യത്വത്തിന് നിലക്കാത്ത നിങ്ങൾ എഴുതി വെച്ച നിങ്ങളുടെ നേതാക്കന്മാരുടെ കിതാബിന്റെ കണ്ടന്റ് നിങ്ങൾ ഭരണത്തിന്റെ മറവിൽ നടപ്പാക്കുന്നു. എത്ര ക്ലാരിറ്റിയാണല്ലേ! ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ ഭരിച്ചതുകൊണ്ടോ, നിങ്ങൾ ഭരിക്കുന്ന ഭരണകർത്താവിന്റെ പേര് ഇന്ന പേരായതുകൊണ്ടോ, അയാൾക്ക് താടിയില്ലാത്തത് കൊണ്ടോ, മീശ പഠിച്ചതുകൊണ്ടൊന്നല്ല നമ്മുടെ വിയോജിക്കും. അയാളുടെ പ്രസ്ഥാനം എടുത്ത 2 ബുദ്ധിജീവികൾ പറയുന്നു, ഒരാൾ യഥാർത്ഥത്തിൽ ഈ പാർട്ടിയുടെ ആളാകണമെങ്കിൽ ദൈവനിഷേധം കൊണ്ട് മുഖമുദ്രയാകണം. ഓൻ യുദ്ധം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യേണ്ടത് മതത്തോട് മാത്രമായിരിക്കണം, മനുഷ്യരോടല്ല. മതത്തോട് യുദ്ധം ചെയ്യണം. അപ്പൊ അങ്ങനെ പ്രഖ്യാപിച്ച ഒരു ടീമിന്റെ കൂടെ സഹകരിക്കുക, അവരെ കൂടെ നിൽക്കുക, അവർക്ക് വേണ്ടി വാദിക്കുക, ഇതൊക്കെ എല്ലാ മുസ്ലിം സംഘടനകളുടെയും ഇപ്പോഴത്തെ ഒരു ദയനീയ പരാജയമാണ്. കുറച്ച് കൂടുതലുള്ളത് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്, ഞാനൊക്കെ ഉൾക്കൊണ്ട് 10-40 കൊല്ലം സ്വീകരിച്ച ഒരു പ്രസ്ഥാനത്തിൽ ഇതിന്റെ മെമ്പർമാർ കൂടി വരുന്നുണ്ടോ എന്ന് സംശയിക്കുന്ന ഒരാളാണ്. സംശയമല്ല,
എനിക്കത് ബോധ്യപ്പെട്ടതാണ്. ഞാനത് സംശയിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്കൊരു വല്ലാത്തൊരു വിഷമം വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇവിടെ ആയാലും അവിടെ ആയാലും ബാപ്പാന്റെ അടുത്താണെങ്കിലും തെറ്റില്ല. അവിടെ പ്രസ്ഥാനകമായ ഭ്രാന്തൊന്നും എന്നെയും നിങ്ങളെയും നയിക്കരുത്. അങ്ങനെ നയിക്കുമ്പോൾ പരലോകം നഷ്ടപ്പെട്ടു. ഇഹലോകത്തുള്ളൊരു സംവിധാനം അതൊക്കെ. അത് ഇഹലോകത്തേക്ക് വേണ്ടി മാത്രം കരുതിയാൽ മതി. അതിലപ്പുറത്തേക്കൊന്നും അതിനെ കരുതരുത്. പരലോകം നഷ്ടപ്പെടും ഇതുകൊണ്ടെങ്കിൽ അത് വിട്ടുകളണം. അങ്ങനെ ഉണ്ടല്ലോ ചില വസ്തു നമുക്ക് അപകടമാവും തോന്നുന്നു. ഏതുപോലെ ലളിത ഉദാഹരണം വരക്ക. കൊമ്പസ്രാവിനെ പിടിക്കാൻ പോയി, ചാവ് പിടിച്ചു വലിച്ചിട്ട് വഞ്ചി മറിഞ്ഞ് വെള്ളത്തിൽ മുങ്ങി മരിച്ചു എന്നാണെങ്കിൽ ആ കൊമ്പനാട് വിട്ടുകൊടുക്കുക. അവൻ പൊട്ടയും. കാരണം അതിന്റെ പിന്നാലെ പോരുത്. അത് എന്തും ഈ ദുനിയാവിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഏത് സംവിധാനവും നമുക്ക് പറ്റാത്തതാണെങ്കിൽ അപ്പം മാറ്റി വെച്ച് അതിന്റെ പേരിൽ പിന്നെ അതും കടിച്ചു പിടിച്ച്. കാരണം അതിൽ ജീവിതമല്ല. അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. സ്വതന്ത്ര സമയത്ത് നിങ്ങൾ ചോദിക്കുക. ഇതിലൊരു അത്ഭുതകരമായ വാചകവും കൂടി. ഉത്തമമായ മാതൃക ഉണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് അള്ളാഹ് പറയണമെന്നറിയോ? ഇല്ലാ ഖൗല ഇബ്രാഹിം. ഇബ്രാഹിം നബിയുടെ ഈ വാക്കിൽ നിങ്ങൾക്കൊരു മാതൃകയില്ല. ഒരു നബിയെ ഉദ്ധരിച്ചിട്ട് അള്ളാഹ് പറയാണ് ഇതിൽ മാതൃക ഉണ്ട് എന്ന് പറയാം. അത് ഉഗ്രനായ മാതൃകയാണെന്ന് പറയാം. ആ മാതൃകയാണ് അതിൽ അനുധാവനം ചെയ്യേണ്ടതെന്ന് പറയാം. എന്നിട്ട് ആ ആയത്ത് അവസാനിക്കുന്നതിനോ ഇല്ലാ ഖൗല ഇബ്രാഹിം. ഇബ്രാഹിമിന്റെ ഈ വാക്കിൽ എന്താ? ബൗദ്ധൈവ വിശ്വാസിയായ ബാപ്പാക്ക് വേണ്ടി ഞാൻ പൊറുക്കലിനെ തേടാന്ന് പറഞ്ഞത് ശരിയല്ല. നമ്മളൊരു ബാപ്പ ശിർക്ക് ചെയ്തുകൊണ്ട് മരിച്ച ആ ബാപ്പാക്ക് വേണ്ടി പുറത്തു കൊടുക്കണേന്ന് നിസ്കരിക്കാൻ പാടില്ല എന്നർത്ഥം. അതൊക്കെ എത്ര ഗൗരവമായിട്ട് ഇനി പഠിപ്പിക്കപ്പെടുന്ന ഒരു കാലം വരും എനിക്കറിയില്ല. പച്ചക്ക് പറയാതെ നിങ്ങൾക്ക് അറിയാം എന്താ പറയുന്നത്. ബാപ്പയായാലും ഉമ്മയായാലും ഉമ്മ എന്നുള്ള ശബ്ദത്തിന്റെ പ്രശ്നമോ അച്ഛൻ എന്നുള്ള അമ്മ എന്നുള്ള ശബ്ദത്തിന്റെ പ്രശ്നമല്ല, ആശയത്തിന്റെ പ്രശ്നം. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സൂചന മതിയല്ലോ. മാന്തി പൊളിക്കണില്ല. പൊളിക്കേണ്ടതാണ്. അച്ചട്ട് പൊളിക്കേണ്ടതാണ്. പൊളിച്ചാൽ മാത്രമേ ഇത് നന്നാവൂ. പൊളിക്കാതെ ഇങ്ങനെ തൊലിപ്പുറത്തി ചികിത്സിച്ചാൽ അത് സാധനം നന്നാവില്ല. അത് പറ്റക്കേട്. ഈ മുസ്ലിം ഉമ്മത്ത് പറ്റക്കേട്. അതിന്റെ എല്ലാ ചിഹ്നങ്ങളും വെളിവാലോ. സൂക്ഷിച്ചോളി. കണ്ണടഞ്ഞ അവിടം കൊണ്ട് തുടങ്ങും ജീവിതം. 100% വിശ്വസിച്ചോളി. കണ്ണടഞ്ഞ അവിടം കൊണ്ട് ആരംഭിക്കും. നമ്മൾ വിചാരിക്കല്ലേ കണ്ണടയുന്നതോടുകൂടി അയാൾ കഴിഞ്ഞ് അയാൾ തുടങ്ങണം. അയാളില്ല എന്ന ശൂന്യത നമുക്ക് മാത്രമാണ്. അയാൾ ശൂന്യമായൊരു ലോകത്തേക്കല്ല പോണത്. അയാൾ 7 കാല് സ്റ്റെപ്പ് കഴിഞ്ഞാൽ വിചാരണയുടെ ലോകത്തേക്കാണ് പോകുന്നത്. അപ്പൊ അയാളെ സംബന്ധിച്ചിടത്തോളം സംഭവബഹുലമായ ഒരു റിസൾട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെയുണ്ടല്ലോ നമ്മള് മെഡിക്കൽ കൊടുത്തിട്ട് റിസൾട്ട് 3 ദിവസം കഴിഞ്ഞിട്ട് കിട്ടും പറഞ്ഞാൽ ആ കൂണിപ്പടി ഇങ്ങനെ കയറുമ്പോൾ ഒരു ബേജാറുണ്ടാവില്ലേ? ഈ റിസൾട്ടിൽ ക്യാൻസർ ഉണ്ടാവുമോ, ഈ റിസൾട്ടിൽ മാരകം ഉണ്ടാവുമോ? അതാണ് ഇത്. ആ കൂണിപ്പടി ഇങ്ങനെ 1, 2, 3 വെക്കുമ്പോൾ ഒരു മിടിപ്പില്ലേ? അതുപോലെയാണ് ഖബറില് മയ്യത്ത് കൊണ്ടുവച്ചോല 7 അടി ഇങ്ങോട്ട് വെക്കുമ്പോ അവിടെ വിചാരണ സ്റ്റാർട്ട് ചെയ്യുക. അവിടെ സംഭവബഹുല. ഇവിടെ അയാളായിട്ടുള്ള നമ്മുടെ ചിന്ത മാഞ്ഞു പോവുകയാണെങ്കിൽ അവിടെ അയാള് അത്രയും കാലം ജീവിച്ചതിന്റെ റിസൾട്ടിലേക്കുള്ള യാത്രയിലാണ്. ഒന്ന് ഗൗരവമായിട്ട് ആലോചിച്ചോട്ടെ. അവനാന് വേണ്ടി ഒറ്റക്ക് ഖബറിൽ പോയി കിടക്കും. ബാപ്പയും മക്കളൊക്കെ തിരിച്ചു വരും. എല്ലാവരും മനസ്സിലാക്കുക. അത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മയ്യത്ത് പള്ളിക്കാട്ടിൽ ഇറക്കി വെക്കുമ്പോൾ ഓർത്താണ്. ആത്മഹത്യ ചെയ്താൽ ഒരു പയ്യൻ മഹലിൽ ഒരു 21 വയസ്സുള്ള ചെക്ക്. ഒരു കാര്യമില്ലാതെ ഇന്നത്തെ മക്കൾക്ക് നമ്മൾ വെറുതെ ഒന്ന് നോക്കിയാൽ മതി. ആ മൊബൈൽ ഉപയോഗിക്കുന്ന വെറുതെ ഒന്ന് തുറപ്പിച്ച് നോക്കിയാൽ പറയൂ എന്നെ വാപ്പിക്ക് ഇഷ്ടമല്ലല്ലേ ഞാൻ മരിച്ചാൾ എന്നാ പറയാ. ചെറിയ കുട്ടികൾ വരെ ഇപ്പൊ പറയുന്നത് അങ്ങനെ. അതൊക്കെ നമ്മൾ വേറെ സംസാരിക്കേണ്ട വിഷയങ്ങളാണ്. അപ്പൊ ഇവിടെ എന്താണ്? ഇബ്രാഹിം നബിയിൽ നിങ്ങൾക്ക് മാതൃകയല്ല. ഇബ്രാഹിം നബിയിൽ നിങ്ങൾക്ക് ഉത്തമ മാതൃക ഉണ്ട്. രണ്ടും ഒരായത്തില്. ഒരു ഭാഗത്ത് പറയണം ഉത്തമമായ മാതൃക ഉണ്ട്, വേറൊരു ഭാഗത്ത് പറയൽ മാതൃകയല്ല. അതിന് കഴിയണം. നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ഒരാൾ ഒരു തെറ്റ് ചെയ്യുമ്പോൾ അയാൾ ആ പറഞ്ഞത് ശരിയാണ്, പറഞ്ഞത് ശരിയല്ല. അയാൾ ആ പറഞ്ഞത് ശരിയാണ്, ഇപ്പറഞ്ഞത് ശരിയാകാനുള്ള ഒരു സാധ്യത അങ്ങനെ വേണ്ട. അതത്ര ശരിയുള്ള ഏർപ്പാടാണ്. അതൊക്കെ അവനാന് സന്തോഷം നൽകും തൽക്കാലം എന്നല്ലാതെ ആത്യന്തിക സന്തോഷത്തിന്റെ മാനദണ്ഡം അതല്ല. അതുകൊണ്ട് പിന്നെ പറയുന്നത് എന്താ? ഞാൻ ആ ഭാഗം മാത്രം ഫോക്കസ് ചെയ്യാം. പിന്നെ പറയുന്നത് ഇങ്ങനെ അവര് നിലപാടെടുക്കാനുള്ള കാരണം എന്താ? ബൗദ്ധവിശ്വാസികളുടെ നിലപാടെടുക്കാനുള്ള കാരണം അവരിങ്ങനെ പ്രാർത്ഥിച്ചതായിരുന്നു. എന്താണ് ആ പ്രാർത്ഥന? റബ്ബന അലൈക തവക്കൽന. നോക്കൂ, അവരെന്താണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്? വ ഇലൈക അനബ്ന വ ഇലൈക്കൽ മസീർ. അതായത് അവരുടെ പ്രാർത്ഥന എന്തായിരുന്നു? പടച്ചവനെ, ഞങ്ങൾ നിന്റെ മേൽ ഞങ്ങൾ ഭരമേൽപ്പിച്ചിരിക്കുന്നു, നിന്നിലേക്ക് ഞങ്ങൾ മടങ്ങുകയും ചെയ്തിരിക്കുന്നു, നിന്നിലേക്ക് തന്നെയായിരിക്കും ഞങ്ങളുടെ തിരിച്ചുവരവ്. ആയത്തിന്റെ തുടക്കത്തിൽ ഇബ്രാഹിം നബിയിൽ നിങ്ങൾക്ക് ഉത്തമ മാതൃകയുണ്ട്. ഒരു നാട്, ആ നാട്ടിലെ എല്ലാവരും എതിരാളികള്, ഇവരുടെ കയ്യിൽ ഒരു ആദർശമുണ്ട്. അത് തൗഹീദാണ്. ആ തൗഹീദ് അവർ തുറന്നു പറയാണ്. ഈ മഹാഭൂരിപക്ഷത്തോട് തുറന്നു പറയാണ്. അപ്പൊ ഒരു ന്യൂനപക്ഷമാണ് ഈ വർത്താനം പറയുന്നത്. ഈ ന്യൂനപക്ഷത്തിന് നിലപാടുള്ളവരാണ്.
ഈ നിലപാട് അവർ പറഞ്ഞു. എന്നിട്ട് അള്ളാഹു പറയാണ്, ഒരു കാര്യത്തിൽ ഇബ്രാഹിം നബിയിൽ മാതൃകല്ല, അത് അദ്ദേഹത്തിന്റെ വാപ്പാക്ക് വേണ്ടി, ശിർക്ക് ചെയ്യുന്ന വാപ്പാക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ. സൂറത്ത് തൗബ 9-ാം അധ്യായം 113-ാമത്തെ വചനാണ്. ശിർക്കിലായി മരിക്കുന്ന വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി ഇസ്തിഗ്ഫാർ എടുക്കാൻ പാടില്ല. ബാപ്പ പള്ളിയിൽ പ്രസിഡന്റ് ആയിരിക്കും, ചിലപ്പോൾ ആചാരായിരിക്കും, പക്ഷെ മരീഷയെന്ന് വിളിച്ചിട്ടാ മരിക്കണത്, എങ്കിൽ പറ്റൂല, ആ മയ്യത്ത് നിസ്കരിക്കാൻ പറ്റില്ല. കാരണം മയ്യത്ത് നിസ്കാരം ഇസ്തിഗ്ഫാറിൻ്റെതാണ്, പറ്റില്ല. ബാപ്പാക്ക് ആ ബാപ്പാനെ കൊണ്ടുപോയി കബറടക്കുക എന്നല്ലാതെ മോനെ ഇബ്രാഹിം നബീന്റെ പാതയിലാണോ മോനെ പാടില്ല. കാരണം അള്ളാഹ് ഇബ്രാഹിം നബീനെ കുറ്റപ്പെടുത്തി. ഇബ്രാഹിം നബീനെ അള്ളാഹ് വിമർശിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് പറയില്ല. കാരണം ഒരു ബാപ്പാന്റെ മയ്യത്ത് നിസ്കരിക്കരുതാ, ബാപ്പ ശിർക്ക് ചെയ്താൽ എന്ന് ഞാൻ പറയുമ്പോ ബാപ്പാരോടുള്ള സ്നേഹം വെച്ചിട്ട് മക്കൾക്ക് എന്നോട് വെറുപ്പ് വന്നില്ലേ? എന്നോട് വെറുപ്പ് വന്നിട്ടുണ്ട്. അള്ളാഹ് ഇബ്രാഹിം നബീനോട് നിജ ചെയ്ത് ശരിയല്ല. ബാപ്പ ശിർക്കിലായി മരിച്ചു, പിന്നെങ്ങനെ ബാപ്പാക്ക് പൊറുക്കലിനെ തേടാന്ന് പറയാ? ശിർക്കുള്ള ബാപ്പാക്ക് വേണ്ടി പൊറുക്കലിനെ തേടാന്ന് പറയാൻ പറ്റില്ല. അതാണ് ഇസ്ലാമിന്റെ 9-ാം അധ്യായം 113 ആയത്ത് സെപ്പറേറ്റ് പഠിച്ചോളി എടുത്തിട്ട് പാടില്ല. അപ്പൊ അവിടെയൊക്കെ നമുക്ക് കൃത്യമായ, കാരണം ഇതിലെ പ്രശ്നം എത്രയേ ഉള്ളൂ, എന്തുകൊണ്ട് ഈ നിലപാട് സ്വീകരിച്ചു? എന്താ ഒരു പതകട് ചെയ്താല് ഇവിടെ എല്ലാരും അതിന്റെ കൂടെ അല്ലേ? മുസ്ലിങ്ങൾ എന്നെ ബഹുഭൂരിപക്ഷം അതിന്റെ കൂടെ അല്ലേ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ആ ചോദ്യം ശരിയല്ല എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇവരാരാണ്? ഈ നിലപാട് പറഞ്ഞ ആരാണ്? അവർക്ക് മരിച്ചിട്ട് പടച്ചോ, അത് നിങ്ങളോട് ഒരു വെറുപ്പില്ല. അവർക്ക് ശരിക്കും നിങ്ങളുടെ കൂടെ ജീവിക്കാനോ നിങ്ങളെ എതിർക്കാനോ ഒന്നും അവർ ആഗ്രഹിച്ചവരല്ല. പക്ഷെ അവരുടെ ജീവിതം വിചാരണ ചെയ്യപ്പെടുന്ന ഒരു ലോകത്ത് ചെല്ലുമ്പോൾ ഇത് വിഷയമാണ്. അതുകൊണ്ട് അവർ വേറിട്ട് നിന്നു. വേറിട്ട് നിന്ന് എന്തുകൊണ്ടാണ്? മരണാനന്തര ജീവിതത്തിൽ ഒരു വിചാരണ ഉണ്ട്, റബ്ബിലേക്ക് മടക്കപ്പെടും. ഈ ബോധ്യമാണ് മുസൽമാനെ നിലപാടെടുക്കാൻ തീരുമാനിക്കുന്നത്. മുസ്ലിങ്ങൾ എല്ലാവർക്കും ഈ ആയത്തിന്റെ ആശയം അറിയില്ല. ഇതൊരു വലിയ സത്യമാണ്. ഞാൻ നിങ്ങളോട് വെറുതെ പറയുന്നത്. എനിക്ക് തോന്നുന്നു ഈ ആയത്തൊക്കെ ഏറ്റവും കൂടുതൽ ഉദ്ധരിച്ച ഒരാൾ ഞാനൊക്കെ. ഈ ആയത്ത് ഇത്ര തവണ ആവർത്തിച്ച എല്ലാ പ്രസംഗവും കേൾക്കുന്നുണ്ട്, എവിടെയും കാണാറ്. അല്ല, അപൂർവമായി ഉദ്ധരിക്കും. അത് ഈ തൗഹീദ് ലൈനിലുള്ളവർക്ക് മാത്രം ഉദ്ധരിക്കാൻ പറ്റിയ ആയത്തായി. ഇത് വേറൊരു ഉസ്താദിന്റെ ഒത്തിലൊന്നും നമുക്കിത് കേൾക്കാൻ പറ്റില്ല. കാരണം അവരുടെ മാനദണ്ഡം ഈ ആയത്തിനെതിരാണ്. അതുകൊണ്ട് അവർ പറയില്ല. ഒന്ന് അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോകേണ്ടവരാണെന്നുള്ള ഉത്തമ ബോധ്യം അവർക്കില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് വിഷയം ഒന്നല്ല. ഇനി പറഞ്ഞു മനസ്സിലായി നിങ്ങൾക്ക്? റബ്ബിലേക്ക് മടങ്ങിപ്പോവും. അവിടെ അത് കൃത്യമായിട്ട് ചോദിക്കുന്നെങ്കിൽ അത് വളരെ കണിശായിട്ടല്ലേ നമ്മൾ ചെയ്യുക. ഹാൾ ടിക്കറ്റിൽ ആ നമ്മുടെ നമ്പർ, ഓരോരുത്തരുടെ നമ്പർ ഉണ്ട്, അത് എഴുതിയിട്ടില്ലെങ്കിൽ ആ പേപ്പറിൽ എത്ര വിജ്ഞാനം ഉണ്ടായൊരു കാര്യമുണ്ടോ? ആ പേപ്പർ പരിഗണിക്കപ്പെടില്ല. എങ്ങനെയാണ് ആളുകൾ അതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത്? നിങ്ങൾ ഈ അടുത്ത കാലത്ത് ആളുകൾ ചോദിക്കുന്ന, സോഷ്യൽ മീഡിയ തീരെ കാണുന്നില്ലല്ലോ, യൂട്യൂബിലെ വിഷയങ്ങൾക്ക് ഖണ്ഡനം കാണുന്നില്ലല്ലോ, ഒരു മരവിപ്പ. എന്തിനാ ഖണ്ഡിക്കുന്നത്? ഖണ്ഡിക്കാൻ നിന്ന ഒരു മിനിറ്റ് നാവ് താഴെ വെക്കാൻ നേരമുണ്ടോ? അത്ര ഖണ്ഡിക്കേണ്ട വിഷയമേ ഉള്ളൂ, അനുകൂലിക്കേണ്ട വിഷയമല്ല. ഇതൊക്കെ അനുകൂലിച്ചിട്ടല്ല മിണ്ടാത്തത്. ഏതിനൊക്കെ മിണ്ടണം, അത്ര ബോറാണ് നമ്മൾ പറയുന്നത്. രണ്ടാമത്തെ ഖുർആനിക വചനം, അത് കുറെ കൂടെ ഗൗരവപ്പെട്ടൊരു സ്റ്റെപ്പിലേക്ക് നീങ്ങുന്നതാണ്. അത് എന്താണെന്നറിയോ നിങ്ങൾ? 4-ാം അധ്യായം 97, 98, 99. ഞാൻ പറഞ്ഞ ഈ ഖുർആന്റെ വചനത്തിന്റെ കണ്ടന്റ് മാത്രമാണ് പറയുന്നത്. ഇന്നല്ലദീന തവഫാഹുമുൽ മലായികത്തു ളാലിമി അൻഫുസഹും ഖാലു ഫീമ കുൻതും ഖാലു കുന്ന. ആയത്തിൽ പറയുന്ന കാര്യം ഇതാണ്: അവിശ്വാസികളുടെ ഇടയിൽ അടിവരട്ടോളനെ, വാചകത്തിന് എന്നെ അടിവരട്ടോളണം. ഞാൻ എന്റെ വക എടുക്കില്ല, ഖുർആനിലെ പരിഭാഷ നോക്കിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അവിശ്വാസികളുടെ ഇടയിൽ തന്നെ ജീവിച്ചുകൊണ്ട് സ്വന്തത്തോട് അന്യായം ചെയ്തവരെ. ഏതാണ് ഈ അന്യായം? ഇന്ന ശിർക ലദുൽമുൻ അദീം എന്ന അന്യായം, അല്ലാതെ വേറൊന്നല്ല. സ്വന്തം പള്ളക്ക് കത്തിയെടുത്ത് കുത്തിയതോ കുത്താറാത്തി നടത്തിയതിനെ പറ്റിയല്ല ഈ പറയുന്നത്. ഇന്ന ശിർക ലദുൽമുൻ അദീം, 31-ാം അധ്യായം 13-ാമത്തെ വചനം. സ്വന്തത്തോട് അന്യായം ചെയ്തവരെ മരിപ്പിക്കുമ്പോൾ, ഇത് ശരിക്കും ശ്രദ്ധിക്കണേ, നമ്മളൊരാൾ മരിച്ചു എന്ന് പറയണമെങ്കിൽ മലക്കുൽ മൗത്ത് വരണം. മലക്കുൽ മൗത്ത് വരാതെ ഒരാൾ മരിക്കില്ല. മലക്കുൽ മൗത്ത് തൊട്ടടുത്തിരുന്ന് അയാളോട് ചോദിക്കുന്ന ഒരു ചോദ്യം പിന്നെ ഖുർആൻ പറയുന്നത്. എന്താ ചോദിക്കണ അറിയോ? എന്താ ചോദിക്കുന്നത് വെച്ചാൽ, ഖാലു അലം തകുൻ അർളുല്ലാഹി, അല്ല, മലക്കുകൾ ചോദിക്കാണ്, അല്ല ഭൂമി വിശാലമായിരുന്നില്ലേ? ഫതുഹാജിറു ഫീഹാ, നിങ്ങൾക്ക് ഷിർക്കിൽ നിന്ന് തൗഹീദിലേക്ക്, എന്തൊരു പ്രയോഗമാണല്ലേ, ഷിർക്കിൽ നിന്ന് തൗഹീദിലേക്ക് നിങ്ങൾക്ക് ഹിജ്റ പോയിക്കൂടായിരുന്നോ? ഇവിടെ തന്നെ നിന്നാ ഷിർക്ക് ചെയ്യേണ്ടി വരും, എല്ലാ ഷിർക്കിന്റെ ആഘോഷത്തിൽ പങ്കെടുക്കേണ്ടി വരും. ഒരു സിനിമാ നടന്റെ മകൻ കഴിഞ്ഞ ദിവസം എനിക്കെതിരെ ഒരു വീഡിയോ ഇട്ട് കണ്ടപ്പം എനിക്ക് തോന്നിയൊരു കാര്യമാണ് ഞാൻ പറയുമ്പോൾ ആ മഹലിലെ ഞാൻ ആ മഹൽ പള്ളിയിൽ നിസ്കരിക്കും, അയാൾ എന്റെ തൊട്ടടുത്ത് നിസ്കരിച്ചിട്ടുണ്ട്.
മാമുക്കോയ എന്ന് പറയുന്ന നടൻ. അദ്ദേഹത്തിന്റെ മകൻ എന്താ ഒരു 500 റുപ്യ ബിംബാരാധനക്ക് കൊടുത്താൽ സാധു? പഠിച്ചിട്ടില്ല, പഠിക്കാത്തതിന്റെ കുഴപ്പമാണ്. സിനിമാ നടനായി അയാളെ മകനായി എന്നുള്ളത് കൊണ്ട് വിജ്ഞാനം ഉണ്ടാവില്ലല്ലോ. വിജ്ഞാനം സെപ്പറേറ്റ് വേറെ കിട്ടുന്ന കാര്യമാണ്. അത് കിട്ടാത്തതിന്റെ കുഴപ്പമാണ്. എന്താ ഒരു വിഗ്രഹാരാധനക്ക് 500 റുപ്യ കൊടുത്താല്? അതേ ചോദ്യങ്ങൾ ഒരു ചോദ്യത്തിൽ അവസാനിപ്പിക്കുന്നിടത്ത് നമുക്ക് പ്രശ്നം. എന്താ കള്ളുടിക്കാൻ 500 റുപ്യ കൊടുത്താൽ? എന്താ വേറൊരുത്തനെ കൊല്ലാൻ 500 റുപ്യ കൊട്ടേഷൻ പാർട്ടി കൊടുത്താൽ? ഇങ്ങനൊക്കെ ചോദിക്കാലോ. കൊടുക്കുവോ? ഒരാളെ കൊല്ലാൻ 500 റുപ്യ ഇടിക്കുന്നതാണ് കൊടുക്കുവോ? ഇല്ല. അതേ ആള് ബിംബാരാധന കൊടുക്കേണ്ട അതിന്റെ അർത്ഥം എന്താ അറിയോ? ഓൻ അറിവില്ല, ഓൻ ചെറിയ കാര്യത്തിന് വാശി പിടിക്കുക. ഒരാളെ കൊന്നാ അള്ള വിചാരിച്ച പുറത്തു തരും, ശിർക്ക് ചെയ്ത പുറത്തു തരില്ല. ഓന് ശിർക്കിന് പ്രശ്നമില്ല, 500 റുപ്യന്റെ അടുത്ത് ഇല്ലാത്ത പ്രശ്നം. ഉപരി പറയുന്നത് വെച്ചാൽ 500 റുപ്യ ഇപ്പം അല്ലെങ്കിലും ഉണ്ടായിരുന്ന കാലത്ത് ചോദിച്ചെന്ന് ഓനെ തോണ്ടി വിളിച്ചിട്ട് 500 റുപ്യ കൊടുത്തൂടെ, അതിനെന്താ കുഴപ്പം എന്ന് പറഞ്ഞാൽ ഇത് സമൂഹത്തിൽ നമ്മൾക്ക് എന്താ പറയുക, ഇത് വീഡിയോ ആയിട്ട് ജനങ്ങൾ കേൾക്കുക. പണ്ടൊക്കെ അവനാന്റെ പുരയിലിരുന്ന് ആദർശമൊക്കെ ഉള്ളവന്റെ പുരയിൽ ഓന്റെ നെഞ്ചിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് ഏത് ലോക്കലിലും ഇതിങ്ങനെ ഓണാക്കി വെച്ച് പളപളാന്ന് പറഞ്ഞാൽ അതൊക്കെ സോഷ്യൽ മീഡിയയിൽ കയറും. അപ്പൊ 1000 ആള് വിവരക്കേട് ഇങ്ങനെ പറയുമ്പോ ജനങ്ങളൊക്കെ അത് വലിയ ബുദ്ധിജീവിതമായിട്ട് കരുതുന്ന ഒരു കാലത്തിലേക്ക് വരും. അതുകൊണ്ടാണല്ലോ വിവരം കെട്ടവർ വിവരമുള്ളവരായി ഇന്ന് ലോകത്തും വിവരമുള്ളവർ വിവരമില്ലാത്തവരായി. എന്റെ ബലിയാറാണ് നമ്മളൊക്കെ. എനിക്ക് കിട്ടിയ വരും അള്ളാന്റെ ഖുർആൻ. ഞാൻ നിങ്ങളോട് പറയാം, അള്ളാന്റെ ഖുർആൻ താപസി മനസ്സോടെ നിരന്തരമായി വായിക്കുന്നത് കൊണ്ട് വേറൊരാളെത്തുന്ന ഒരു അറിവ് സ്വീകരിക്കേണ്ടി വന്ന ഗതികേടൊന്നും നമുക്കാർക്കില്ല. സർവശക്തനായ പടച്ചവനിൽ നിന്ന് ലോകം അവസാനിക്കുന്നവരെയുള്ള ഇൽമ ഈ ഖുർആനിലുള്ളത് കൊണ്ട്. ഇവിടെ ചോദ്യം എന്താണ്? ഒരു മനുഷ്യനെ മരിപ്പിക്കുമ്പോ മലായികത്തു ളാലിമി അൻഫുസഹും ഖാലൂ ഫീമ കുൻതും മലം തകുൻ അർളുല്ലാഹി വസിഅ ഫതുഹാജിറു ഫീഹാ. ഇതെല്ലാവരും നമ്മൾ ഓരോരുത്തരും പടച്ചോമിച്ചാൽ മരിക്കണമല്ലോ. അപ്പൊ മഞ്ചേരിയിലോ മലപ്പുറത്തോ കോട്ടയത്തോ ചങ്ങനാശ്ശേരിയിലോ പാലക്കാടോ കണ്ണൂരോ കാസർഗോഡോ ഒക്കെ ശിർക്കിന്റെ കൂടാരത്തിന്റെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ നമ്മൾ പറയും, ഞാൻ ഒരൊറ്റ മുസ്ലിമേ അവിടെ ഉള്ളൂ. അതിന്റെ നടുവിൽ ഇങ്ങനെ കിടന്നിട്ട് ഇവർ ചെയ്യുന്ന എല്ലാ ശിർക്കിലും നമ്മൾ പോകും. നമ്മൾ അതിന്റെ മുന്നിലുണ്ടാവും. ചിലപ്പോൾ അതിന്റെ എല്ലാ പണിയിലും നമ്മൾ ഉണ്ടാവും. ചിലപ്പോൾ അതിൽ ഒരു സ്റ്റെപ്പ് നമ്മുടേതായിരിക്കും. അങ്ങനെയൊക്കെ ജീവിക്കും. അങ്ങനെയൊക്കെ ജീവിക്കുന്ന സമയത്ത് മലക്കുകൾ വന്നിട്ട് ചോദിക്കും, എന്തായിരുന്നു നിന്റെ പ്രശ്നം? ശരിക്കും നിനക്ക് അവിടെ തന്നെ നിൽക്കേണ്ടതുണ്ടായിരുന്നോ? അലം തെക്കുൻ അർളുല്ലാഹി വാസിഅ. അള്ളാന്റെ ഭൂമി എത്ര വിശാലാണ്. ശിർക്കന്മാരുടെ കൂടെ ഇങ്ങനെ ജീവിച്ച് അതിനോട് ഇങ്ങനെ എന്നിട്ട് ഇതിനെ താഴെ പറയണമെന്നറിയോ? ഇതിൽ നിന്നൊരു വിഭാഗം ഒഴിവാണ്. ഒരു നിലക്കും ഒരു നാട് വിട്ടു പോകാൻ കഴിഞ്ഞില്ല. ശിർക്കിന്റെ ആളുകൾ അവരെ പിടിച്ചു വെച്ചു, ആക്രമിച്ചു, ഹിജറ പോകാൻ പോലും അനുവദിച്ചില്ല. അവരെ കുറിച്ച് അള്ള പറയണമെന്നറിയോ? 99 അള്ള അവർക്ക് പുറത്തു കൊടുത്തേക്കാം. നേരെ മറിച്ച് സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും നാടല്ലേ, ജനിച്ച സ്ഥലല്ലേ, നാട്ടുകാരൊക്കെ ഇവിടെയല്ലേ എന്ന് കരുതുന്നവന്റെ കാര്യം കഷ്ടമാണെന്നാണ് ഖുർആൻ പറയുന്നത്. എന്നാൽ അവിടെ ചോദിക്കണം എന്തറിയോ? അല്ല അങ്ങനെ പോയിക്കൂടായിരുന്നോ? അപ്പൊ അവർ പറയും, ഞങ്ങൾ അടിച്ചമർത്തപ്പെട്ടവരായിരുന്നു. അപ്പൊ മലക്കുകൾ അവരോട് പറയണം, അതൊന്നുമല്ല. ഈ ജീവിച്ച സിറ്റുവേഷൻ നിങ്ങൾ സ്വയം തൃപ്തിപ്പെട്ടു, നിങ്ങളതങ്ങ് തെരഞ്ഞെടുത്തു. ശിർക്ക് വന്നാലും വേണ്ടിയില്ല, ഇവിടെ ഇങ്ങനെ ജീവിച്ചെടുപ്പാന്ന് വിചാരിച്ചു. ശരിക്ക് ചിന്തിച്ചോളൂ. ഈ ആയത്ത് ഖുർആനിൽ ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയില്ല, എനിക്കിത് പറയാൻ കഴിയില്ല. കാരണം ഇങ്ങനൊരു കാര്യം അവിടെ നടക്കുന്നുണ്ട്, മലക്കുകൾ വന്നാൽ ചോദിക്കുന്നുണ്ട് എന്നും ഈ അടിമ ഇത് പറയുന്നുണ്ട് എന്നും അള്ള പറഞ്ഞു തരാതെ വേറെ വഴിയുണ്ടോ? മരിക്കാൻ കിടക്കുക ബാപ്പ നാവ് നീട്ടുന്നുണ്ട്, ഇങ്ങനെ വലിക്കുന്നുണ്ട്, ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളൂ. പക്ഷെ ബാപ്പ വലിക്കുന്നതും ആവണതും നാവ് ചലിപ്പിക്കുന്നതും ഈ മലക്കുകളുമായിട്ടുള്ള സംഭാഷണത്തിലാണ്. ആ സംഭാഷണം ഉണ്ടെന്ന് അള്ള പറഞ്ഞാൽ നിങ്ങൾ എന്ത് മന്ദബുദ്ധിന്നോ 6-ാം നൂറ്റാണ്ടുകാരെന്നോ താലിബാനോ പണയാൻ നെറ്റിമലൊട്ടിക്കാം താലിബാൻ, എന്നാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ താലിബാൻ എഴുതിയ താലിബാൻ ആകെങ്കിൽ ഇവിടെ ആരാ എന്താ ആകാത്തത്? ആളുകളുടെ മനോഘടന അനുസരിച്ചല്ലല്ലോ നമ്മളാകേണ്ടത്. നമ്മുടെ ആശയം കൊണ്ട് നമ്മളാകാം. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അല്ല എന്നിട്ട് എന്താ അള്ള പറയണറിയോ? അങ്ങനെ ശിർക്കിലായി മരിച്ചവര് അവിടെ ഉപയോഗിച്ച പദം തന്നെ എന്താ? ലാലിമിയം ഫുസഹും. ആലിമിയം ഫുസഹും എന്നല്ല, ലാലിമായിരുന്നോനെ, ശിർക്കിന് കൂട്ടുന്നോനെ. അതുകൊണ്ട് അവിടെ മലക്കുകളുടെ ചോദ്യത്തിന് പരിഭാഷ കൊടുത്തപ്പോ, മഹാപണ്ഡിതന്മാർ കൊടുത്ത പദം കണ്ടപ്പോ എനിക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നി. അതെന്താ അറിയോ? ഞാൻ ആ ഭാഗം ഒന്ന് വായിച്ചു കേൾപ്പിച്ചുതരാം. അവിശ്വാസികളുടെ ഇടയിൽ തന്നെ ജീവിച്ചുകൊണ്ട് സ്വന്തത്തോട് അന്യായം ചെയ്തവരെ മരിപ്പിക്കുമ്പോൾ മലക്കുകൾ അവരോട് ചോദിക്കും, നിങ്ങൾ എന്തൊരു നിലപാടിലായിരുന്നു? നിങ്ങൾക്ക് എന്ത് നിലപാടുണ്ടായിരുന്നു ആ വിഷയത്തിൽ? നിങ്ങൾക്ക് നിലപാടുണ്ടായിരുന്നോ? കൂടെ കൂടികളാകല്ലാതെ നാട്ടുകാരെ കൈയിടാൻ കിട്ടാൻ ഇവിടെ മലക്കുകളുടെ ചോദ്യം, നിങ്ങൾ എന്തൊരു നിലപാടിലായിരുന്നു?
സാരല്ലേ, ഇവിടെ ജനിച്ചു ഇവിടെ വളർന്നല്ലേ, കല്യാണം അപ്പുറത്തുണ്ട്, സുരേന്ദ്രൻ അപ്പുറത്തുണ്ട്, ഭാസ്കരൻ ഇവിടെ ഉണ്ട്, സംഗതി സംഖ്യയാണ് ഒക്കെ ആണെങ്കിലും ഒരു വർഷത്തിൽ എന്തെങ്കിലും ഒരു ഉത്സവം വരുമ്പല്ലേ നമ്മൾ അതിലുള്ളത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കണേ. പക്ഷെ മലക്കുകൾ വിടൂല എന്നാ പറയുന്നത്. അതുകൊണ്ട് ഈ ആയത്ത് കണ്ട ഞാൻ സന്ദർഭത്തിന് നിങ്ങളോട് ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ ഈ മിമ്പറിന്റെ പവിത്രത കളഞ്ഞു കുളിച്ച ഖത്തീബാവും ഞാൻ തയ്യാറല്ല. അതുകൊണ്ടാണ് നിങ്ങളോട് ഈ ആയത്ത് പറയുന്നത്. ഇതിൽ അടുത്ത വാചകം എന്താ പറയുന്നത്? നിങ്ങൾക്ക് സ്വദേശം വിട്ട്, ഇതിൽ 2 പോയിന്റാ ഉള്ളത്. നാട് വിട്ടു പോകുക എന്നുള്ള വിഷയമല്ല, മതം വിടുക എന്നുള്ള വിഷയമാണ്. നാട് കടത്തപ്പെട്ടു വിഷയമല്ല, മതത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടത് വിഷയ. മതത്തിൽ നിന്ന് പുറത്തു പോകുന്നത് ഗൗരവമായിട്ട് കാണണം. നാട്ടിൽ നിന്ന് പുറത്തു പോകുന്നത് ഗൗരവമായിട്ടേ പ്രവാചകന്മാർ കണ്ടിട്ടില്ല. കാരണം ഒരു നബിയും ജനിച്ച നാട്ടിൽ മരിച്ചിട്ടില്ല. അതാണ് മനസ്സിലായിക്കൂടെ. നൂഹ് നബിയാണ് ഒന്നാമത്തെ ആള്. നാട് വിട്ടുപോയതാ തൗഹീദിന് വേണ്ടി. മകൻ നാട് വിട്ടല്ല, മകൻ ദീന് വിട്ടതാ. ദീന് വിട്ട മകനോട് ജനിച്ച നാട്ടിൽ നിന്ന് നൂഹ് നബി പറയുന്നെന്താ? മോനെ, ബാപ്പാന്റെ കൂടെ നാട് വിട്ടുപോരി മോനെ. കാരണം എന്താ? മോനെ, നീ ദീന് വിട്ടവനാ. ദീന് വിട്ടാ തരക, 2 ലോകം നിനക്ക് പോക. ഇഹലോകത്തും ശിക്ഷയാണ്, പരലോകത്തും ശിക്ഷയാണ് മോനെ. അതുകൊണ്ട് നീ വിട്ടത് മതമാണ്, ബാപ്പാന്റെ പാരമ്പര്യമാണ്, പ്രപഞ്ചത്തിന്റെ ആദർശമാണ്. ആ ആദർശം വിട്ടോടുകൂടെ മോനെ നാടുണ്ടായിട്ടും കാര്യമില്ല, നാട്ടിൽ മരിച്ചിട്ടും കാര്യമില്ല. ബാപ്പാനെ നോക്കുമോനെ, ആദർശമനുസരിച്ച് നാട് വിടുകയാണ്. കാരണം ആദർശം അനുസരിച്ച് നാട്ടിൽ ജീവിക്കാൻ പറ്റാണ്ടായി മോനെ. അതുകൊണ്ട് ബാപ്പ പോവുകയാണ്. മോനെ, നീ വിട്ട ദീനിൽ നിന്ന് ദീനിലേക്ക് തിരിച്ചു വന്നോ, ബാപ്പാന്റെ ഫിർഖത്തുന്നാജിയ എന്ന കപ്പലിൽ കയറിക്കോ. അതുകൊണ്ടാണ് ലോകത്ത് ഫിർഖത്തുന്നാജിയ എന്നുള്ള പേര് തന്നെ ലോകം ഉപയോഗിച്ചു. ഫിർഖത്തുന്നാജിയ നൂഹ് നബിന്റെ കപ്പലാ. അഹ്ലുസുന്നത്തി വൽ ജമാഅ പറയുന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ആ കപ്പലിൽ കയറാൻ ആവശ്യപ്പെട്ടു. മോനെ, ജനിച്ച നാട് നമ്മൾ വിടുകയാണ്, പക്ഷേ ബാപ്പാന്റെ കയ്യിൽ ഒരു ആദർശമുണ്ട്. മോനെ, നിന്റെ കയ്യിൽ ഒരു ആദർശമല്ല, നീ ആദർശം വിട്ടവനാ. ഞാൻ ആദർശത്തിന് വേണ്ടി നാട് വിടുകയാണ്. ഭയങ്കര പോയിന്റാട്ടോ. ഞാൻ 10 ദിവസം ചെയ്തിട്ട് എനിക്ക് ഒടുക്കല്ല. നാട് വിടുക എന്നുള്ള അല്ല ഒരു വിശ്വാസം. കാരണം മരണത്തിന് ശേഷമുള്ള ഒരു ജീവിത, യഥാർത്ഥ ജീവിതം. അവിടെ രക്ഷപ്പെടുന്ന നാട്ടിൽ തന്നെയായിരുന്നോ ജീവിച്ചതെന്ന് അല്ല ചോദിക്കൂല. ഇവിടെ ആവുമ്പോൾ നമ്മൾ നാട്, ID കാർഡ് ഉണ്ടോ, ആധാർ കാർഡ് ഉണ്ടോ നോക്കുന്നത് നാട്ടുകാരനാണോ എന്ന് അറിയാനാ. പരലോകത്തല്ല ആധാർ കാർഡ് ഉണ്ടോ, ID കാർഡ് ഉണ്ടോ അലക്ക. അല്ലൊരു പത്താക്ക കാണിച്ചു തരും. ആ പത്താക്കയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ട്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പത്താക്കയുള്ളവൻ അവിടെ രക്ഷപ്പെടും. അവിടെ അതാ കാർഡ്. കാർഡ് തന്നെയാ റസൂല് പറഞ്ഞേ. ഇതേപോലെ ID കാർഡ് മുത്തുനബി ഉപയോഗിച്ച പതാ. അങ്ങനെ ID കാർഡ് അവിടെ ഉണ്ട്. ആ കാർഡ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എഴുതിയ കാർഡായിരിക്കും. അല്ലാണ്ട് എന്റെ ബാപ്പ എവിടെ ജനിച്ചതെന്നോ ഏത് പഞ്ചായത്തിലാണെന്നോ അത് ഉപയോഗിക്കില്ല. മനസ്സിലാവുണ്ടോ? മനസ്സിലായിട്ടില്ലെങ്കിൽ എന്നെ പിടിച്ചു വെച്ച് ചോദിക്കണം. എന്നെ പിടിച്ച് കള്ളക്കാക്ക നിങ്ങൾ പറഞ്ഞു, എനിക്ക് തൃപ്തിയായിട്ടില്ലെന്ന് പറഞ്ഞു. എനിക്ക് വിരോധമല്ല, എന്നെ അങ്ങനെ പിടിച്ചേക്കണമെന്ന് ആഗ്രഹിച്ച ഒരാളാ. പിടിച്ചുവെച്ചാൽ മാത്രം ഒരു വെട്ടി കൊല്ലും വേണം. അതിനൊരു ഷഹീദിന്റെ കൂലിയും കിട്ടും. ന്യായം സത്യമായി പറയാൻ ആളുകളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടേയിരിക്കും. അടുത്തതെന്നറിയോ? അത് അതിശയത്തോടുകൂടി കാണേണ്ടതാ. അല്ലാഹു സുബ്ഹാനഹു വ തആല 39-ാം അധ്യായം 10-ാമത്തെ വചനത്തിൽ ചോദിക്കണം എന്തറിയോ? അടുത്ത വാചകമാണേ. അതായത് പഠിച്ചതമൽ കുലിയാ ഇബാദിയല്ലദീന ആമനു തഖൂ റബ്ബക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വിശ്വസിച്ചവരായ എന്റെ ദാസന്മാരെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. സൂക്ഷിക്കേണ്ട പോലെ നിങ്ങൾ സൂക്ഷിക്കുക. ഐഹിക ജീവിതത്തിൽ നന്മയാണ് നിങ്ങൾ പ്രവർത്തിക്കേണ്ടത്. എന്നിട്ട് അടുത്ത വാചകം എന്തറിയോ? അനന്തൊക്കെ നടന്നു. അള്ളാന്റെ ഭൂമി വിശാലമാണ്. ഓർമ്മപ്പെടുത്തേണ്ടത്. കാരണം നന്മ പ്രവർത്തിക്കാൻ നിങ്ങൾ നിൽക്കുന്ന നാട് അനുയോജ്യം അല്ലെങ്കിൽ, നിങ്ങൾക്ക് നല്ലതിന് വേണ്ടി മാത്രം നിലകൊള്ളാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ നിങ്ങളെ സ്കൂളില്ലെങ്കിൽ ആ സ്കൂൾ വിട്ടിട്ട് വേറൊരു സ്കൂൾ പോവുക. ആദർശം വിടുകയല്ല വേണ്ടത്. ഏത് എനിക്ക് ഈ സ്കൂൾ എന്നെ മതി, വീട്ടിന്റെ അടുത്ത് 10 മിനിറ്റ് നടന്നാ മതി, ആദർശം വിട്ടാലും കുഴപ്പമില്ല. ആദർശം വിട്ടാൽ കുഞ്ഞുമോനെ ദുനിയാവും ഉണ്ടാവില്ല, ആഖിറും. സ്കൂൾ വിട്ടാൽ ദുനിയാവും ഉണ്ടാവും, ആഖിറും ഉണ്ടാവും. കാരണം വേറെ സ്കൂളുണ്ട്. ദീന് വിട്ടാൽ മരിച്ചതിന് ശേഷം പിന്നെ അവിടെ പോയിട്ടൊരു ദീൻ ഉണ്ടാക്കാൻ കഴിയില്ല. ഇവിടുത്തെ സ്കൂൾ വിട്ടാൽ അപ്പുറത്തെ സ്കൂളുണ്ട്. ഇവിടുത്തെ സ്കൂൾ സ്ഥാനം അങ്ങ് തെറിച്ചാൽ അപ്പുറത്തെ സ്കൂൾ പോയി കയറാം. പക്ഷെ മരിച്ചിട്ട് കബറിലാട്ടെത്തിയാൽ പിന്നെ സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കാൻ ഒരു റിട്ടേൺ ഇല്ല. പോയിന്റ് മനസ്സിലായി? ഇത് മാത്രം അന്നത്തെ എന്റെ പോയിന്റ്. മതം വിടുമ്പോ സൂക്ഷിച്ചോളി എന്നുള്ളത് മാത്രം അന്നത്തെ പോയിന്റ്. പാർട്ടിനെ മുറുക്കി പിടിക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് മത. പാർട്ടിനെ 16 മൈൽ അപ്പുറത്തേക്ക് പുറങ്കാലോട്ട് ചവിട്ടി അവിടെ മാറ്റുമ്പോൾ വിശ്വാസി രക്ഷപ്പെടും. കേരളത്തിൽ ഞാൻ വിചാരിച്ചിരുന്നത് കേരളത്തിലെ മനുഷ്യന്മാർക്ക് ബുദ്ധിയും കഥയുണ്ട്. എനിക്ക് വിശ്വാസമല്ലോ. എനിക്ക് നഷ്ടപ്പെട്ടൊരു 10 അല്ലേ, അതെനിക്ക് നഷ്ടപ്പെട്ടൊരു 10 അല്ലേ. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടെന്ന് എന്നോട് സ്വകാര്യം ചോദിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിവാദം ഉണ്ടായെന്ന് പറയാം. പക്ഷെ ഞാൻ എന്റെ നാവുകൊണ്ട് പറയണ്ടേ അവിടെ കട്ടെ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നറിയോ? ഇതിൽ ഒരു പോയിന്റ് കൂടെ ശ്രദ്ധിച്ചോ. ഭൂമി വിശാലമാണെന്നുള്ള ബോധ്യം നമുക്ക് വേണം. ജനിച്ച മക്കത്തല്ലേ, മക്ക വിട്ടു പോകുമ്പോൾ റസൂൽ കരഞ്ഞിട്ടില്ലേ? പിന്നെ ജീവിച്ച മദീനത്തല്ലേ, മരിച്ചതും അവിടെയല്ലേ, ഖബറും അവിടെയല്ലേ.
ആണ്. അബ്രോൽ നഗരത്തിലല്ലേ ഇബ്രാഹിം നബിന്റെ ഖബർ? മൂസാ നബി ചെങ്കടൽ കടന്നു പോയ ആളല്ലേ? ആരാ നാട് വിടാത്ത? പക്ഷെ ദീന് വിട്ടില്ല. നമ്മളോ ദീന് വിട്ടാലും വണ്ടിയിൽ നാട് വിടൂല. ഇനി അള്ളാന്റെ ഖുർആന്റെ അടുത്ത വചനം, ഇതൊക്കെ അള്ളാന്റെ ഖുർആൻ ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. 31-ാം അധ്യായത്തിൽ അള്ള പറയണത്, അള്ള പറയുന്നത് ഏത് ഭൂമിയിൽ വെച്ചാൽ നിങ്ങൾ മരിക്കാന്നറിയില്ല, നാളെ എന്താ സംഭവിക്കുക നിങ്ങൾക്കറിയില്ല. എന്നിട്ട് അള്ള ഉറപ്പിച്ച് 3 സ്ഥലത്ത് പറയണെന്തറിയോ? വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നിങ്ങൾ എവിടെ മരിച്ചാലും വേണ്ടില്ല, മരിക്കുന്നിടത്ത് നിങ്ങൾ മുസ്ലിം ആകണം. നിങ്ങൾ കേരളത്തിൽ ജീവിച്ച് മുസ്ലിമായി ജീവിച്ച് മരിക്കാൻ പറ്റുമോ? അവിടെ ജീവിച്ച് മരിക്കണം, പക്ഷെ മുസ്ലിം ആവണം. നിങ്ങൾ കാസർഗോഡേ മരിച്ച് സാരമില്ല, നിങ്ങൾ എവിടെ മരിക്കുന്നത് എന്റെ വിഷയമല്ല, നിങ്ങൾ എങ്ങനെ മരിക്കുന്നു അതെനിക്ക് വിഷയമാണ്. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി മക്കളെ വിളിച്ചിട്ട് പറഞ്ഞ്, മക്കളെ നിങ്ങൾ എവിടെയായാലും, നിങ്ങൾ എവിടെ പോയാലും ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. 2-ാം അധ്യായം 132 സൂറത്ത് ബഖറ. റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്കി വഅല്ലംതനി മിൻ തഅവീലിൽ അഹാദീസി ഫാത്തിറസ് സമാവാതി വൽ അർദ് അൻത വലിയ്യി ഫിദ് ദുനിയ വൽ ആഖിറ തവഫനി മുസ്ലിമൻ. കണ്ടോ? തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്വാലിഹിൻ. രാജാധികാരം കിട്ടി, എല്ലാം കിട്ടി. ദുനിയാവെന്ന് പൊട്ടക്കണ്ണിൽ കൊണ്ടുപോയിട്ടപ്പോഴും ലാ തസ്രീബ അലൈക്കുമുൽ യൗം, നിങ്ങളായിട്ട് എനിക്കൊരു പ്രതികാരമില്ല, അതൊന്നും ഈ ലോകത്ത് തീർക്കേണ്ടതല്ല. എന്നിട്ട് അള്ളാഹിനോട് പറയണെന്നറിയോ? രാജാധികാരമൊക്കെ നാട്ടുകാർ വലുതായി കാണും, എനിക്കത് വലുതല്ല. പിന്നെ സ്വപ്നം വ്യാഖ്യാനിക്കാനുള്ള കഴിവ് നാട്ടുകാരുടെ മുമ്പിൽ അത് വലിയ കഴിവാ. അതുകൊണ്ടാണ് അവർ എന്റെ അടുത്ത് വരുന്നത്. ഞാൻ അങ്ങനെ ഞെറിഞ്ഞു കുത്തിന്നിട്ട് എല്ലാവരും വന്നല്ലോ, എനിക്ക് ഈ രണ്ടും ഉണ്ട്, അതുകൊണ്ട് ആളുകൾ വന്നു. പക്ഷെ എനിക്കിത് രണ്ടും വലുതല്ല. ശരിക്കും ചിന്തിച്ചോളൂ കേട്ടോ. മറിച്ച് അദ്ദേഹം പറയണെന്താ അറിയും? കുറച്ചൊരു മരിക്കുമ്പോൾ മുസ്ലിമാക്കി മരിപ്പിക്കണേ. സാലിഹ്യങ്ങളുടെ ഇതാണ് ജീവിത ലക്ഷ്യം. അതുകൊണ്ട് നമ്മളിവിടെ ഒരു സൂംബയായാലും എന്ത് വിഷയം വരുമ്പോൾ നമ്മളതിനെ വിലയിരുത്തുന്നത് ഈ മാനദണ്ഡത്തിലാണ്. അതുകൊണ്ടാണ് നമ്മൾ പ്രതിക്കൂട്ടിൽ നിർത്തപ്പെടുന്നത്. ഈ മാനദണ്ഡം ഇവിടുത്തെ ജനൻ ടി വിക്ക് ഉണ്ടാവില്ല, റിപ്പോർട്ടർ ചാനലിക്ക് ഉണ്ടാവില്ല, ഇവിടുത്തെ ബാക്കിയുള്ള മീഡിയ വണ്ണിന് ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളുന്നില്ല, അല്ലെ വേറൊരുക്ക് ഉണ്ടായിക്കൊള്ളുന്നില്ല. അവിടെ കുത്തിരിക്കുന്ന എല്ലാവർക്കും അത് ഉണ്ടാകണം നമ്മൾ വിചാരിച്ചിട്ട് കാര്യമില്ല, നമുക്ക് ആഗ്രഹിക്കുക. പക്ഷെ നമ്മുടെ സ്ഥിതി അതല്ലല്ലോ. ഈ വിശ്വാസമുള്ള നമുക്ക് എവിടെയാണെങ്കിലും 3-ാം അധ്യായം 102-ാമത്തെ വചനം, മുസ്ലിങ്ങളായി കൊണ്ടല്ലാതെ നിങ്ങൾ മരിക്കരുത്. അപ്പൊ നമ്മുടെ അവസ്ഥ എന്താണ്? ഇബ്രാഹിം നബിനോട് അള്ള പറയാണ്, ഓ ഇബ്രാഹിം മുസ്ലിമായി മരിക്കൂ. ഇബ്രാഹിം നബി പറഞ്ഞു, റബ്ബേ നിനക്ക് പൂർണ്ണമായിട്ട് കീയൊതുങ്ങിയതിന്റെ പേരിൽ നാട് വിടേണ്ടി വന്നാൽ എനിക്കത് പ്രശ്നമല്ല, കുടുംബത്തെ ഉപേക്ഷിക്കേണ്ടതാൽ എനിക്കത് പ്രശ്നമല്ല, ബാപ്പാൻ ഉപേക്ഷിക്കേണ്ടെന്ന എനിക്കത് പ്രശ്നമല്ല. കാരണം നിന്റെ സന്നിധിയിൽ എന്റെ ജീവിതത്തെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. സൂറത്ത് ബഖറ 2-ാം അധ്യായം 131, 132. ഇത്രയാണ് ഞാൻ ഇന്നത്തെ ഖുത്ബയുടെ കണ്ടന്റ് ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. ഒന്ന് മുസ്ലിമായിട്ട് മരിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ഏത് നാട്ടിൽ മരിക്കുക എന്നുള്ളതല്ല, ഏത് പാർട്ടിയിൽ മരിക്കുക എന്നുള്ളതല്ല, മറിച്ച് ഇസ്ലാമിന്റെ മുഴുവൻ നന്മകളും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ച് അത് നിലപാടായി തുറന്നു പറഞ്ഞ് ഞങ്ങൾ നിങ്ങളോടൊപ്പം ഇല്ലെന്നും ഞങ്ങൾക്ക് ഇന്നൊരാശയമാണുള്ളതെന്നും നിങ്ങൾക്കത് നമ്മൾ ആരെങ്കിലും പറ. ഇതേലും അല്ല അത്ഭുതമല്ല ഈ ആയത്തിൽ. നിങ്ങൾ ശ്രദ്ധിച്ചോ, നിങ്ങളുമായി തൗഹീദിന്റെ പേരിൽ ഞങ്ങൾക്ക് ഭിന്നതുണ്ട്, അതുകൊണ്ട് നിങ്ങളെ കഴുത്തറക്കുന്നാണോ ഇബ്രാഹിം നബി പറഞ്ഞ്? അതിൽ മാതൃക ഉണ്ടെന്നാണോ പറഞ്ഞ്? മനസ്സിലായോ? അവരോട് ഞങ്ങൾ നിങ്ങളെ തല്ലുന്നോ, നിങ്ങളെ നാട്ടിൽ നിന്ന് പുറത്താക്കുന്നോ അല്ലേലും പറയുന്നത്. തൗഹീദിന്റെ ആളുകൾ അവര് നാട്ടിൽ നിന്ന് പുറത്താക്കുന്ന അറിയുന്നത്, ഷിർക്കിന്റെ ആളുകളെ ഞങ്ങൾ പുറത്താക്കുന്ന അവർ പറയില്ല. ഞങ്ങൾ നിങ്ങളെ തല്ലൂന്ന് പോലും പറയില്ല. ഇബ്രാഹിം നബിനോട് ബാപ്പയെ പറഞ്ഞേ കല്ലെറിഞ്ഞു കൊല്ലും. ഇബ്രാഹിം നബി ആണല്ലോ ശരിക്കും പറയേണ്ടത്. അള്ളാഹിനോട് നന്ദി കേട് കാണിച്ച് ഒരുത്തനെ കല്ലെറിഞ്ഞു കൊല്ലുക എന്ന് പറഞ്ഞാൽ അത് പടച്ചോന്റെ പാർട്ടിന്റെ പ്രത്യേകത ആകണല്ലോ. പക്ഷെ ഇസ്ലാം അത് പഠിപ്പിച്ചില്ല. പോയിന്റാണ് ചിന്തിക്കേണ്ടവർ ചിന്തിക്കാം. അള്ളാഹു ഖൈർ നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാം അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ് ഉസീകും വഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം. ഏത് നിമിഷവും ഒരുപാട് മരണവാർത്തകൾ നമ്മൾ ഡെയിലി. ഇപ്പം എൻ്റെയൊക്കെ വീട്ടിൽ എന്നും ഹോസ്പിറ്റലും രോഗവും കുടുംബത്തിലും എല്ലാ ഭാഗത്തും രോഗങ്ങളാണ്. ഷുഗർ ഉണ്ടാക്കുന്ന, അറ്റാക്ക് ഉണ്ടാക്കുന്ന, സ്ട്രോക്ക് ഉണ്ടാക്കുന്ന 4 ഹോസ്പിറ്റലിലായിട്ടാണ് എൻ്റെ കുടുംബക്കാരൊക്കെ. എന്നാൽ എൻ്റെ ഒരു കുടുംബക്കാരൻ സർജറി നടന്നുകൊണ്ടിരിക്കുമ്പോൾ മരിച്ചു. ഭയങ്കരമായ സൗന്ദര്യവും ഭയങ്കര ജനസേവകനൊക്കെ ആയിട്ടുള്ളൊരു മനുഷ്യൻ. അവർക്കൊക്കെ വേണ്ടി നിങ്ങൾ ഞങ്ങളോടൊപ്പം അവർക്കും പൊറുക്കലിന് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യും. കുറേ മനുഷ്യന്മാർ നമ്മുടെയൊക്കെ കുടുംബത്തിൽ രോഗികളായി. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ തുകത്തിലുള്ളത് നിങ്ങളോടൊക്കെ എനിക്ക് ബാധ്യതയുണ്ട്. എൻ്റെ ബാധ്യത നിങ്ങൾക്ക് ഹക്ക് പറഞ്ഞു തരിക എന്നുള്ളതാണ്.
നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടില്ലേ? അത് എന്നോട് നോക്കാൻ അള്ള പറയാത്തതുകൊണ്ട്. കാരണം ആയുസ് എപ്പോഴാണ് നമുക്കറിയില്ല. ഈ ഖുതുബ കഴിഞ്ഞ് പോകുമ്പോൾ എനിക്ക് മരണം സംഭവിക്കാലോ. പക്ഷെ നിങ്ങളിത് ഓർക്കണം, നമ്മൾക്ക് മുസ്ലിങ്ങളായിട്ട് മരിക്കണം. അത് ഇവരോട് ആരോടുള്ള വിരോധമല്ല. നമ്മൾ സൂമ്പ കളിക്കില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ പരലോകത്ത് പടച്ചോൻ പിടിച്ചു ശിക്ഷിക്കുന്നുള്ളത് കൊണ്ടാണ്. ഡാൻസ് കളിക്കുക, ടൈറ്റ് ഡ്രസ് ഇടുക, ആണിനും പാടില്ലാത്തതാണ്. ടൈറ്റ് ജീൻസ് ഇടുക ആണിന് പാടില്ല. പിന്നെ പെണ്ണിന് ആണിനെ പാടില്ല. ഒരാളുടെ കാലിൽ ഒരാളുടെ ബാക്ക് ഭാഗം പ്രൊജക്ട് ചെയ്തിരുന്ന ഇൻസൈഡ് പോലും പാടുണ്ടോ എന്നുള്ളടത്ത് സെൽഫികൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അത്ര വരെ ഞാൻ വിവാദാക്കില്ല. ഞാൻ പറയുന്നത് ഇസ്ലാമിന് ആണായാലും പെണ്ണായാലും വേഷത്തിന് കൃത്യത. ടൈറ്റ് ജീൻസ്, അതുപോലെ നമ്മളിപ്പോ കാണുന്ന പെൺകുട്ടികളൊക്കെ ഇടുന്ന ഡ്രസ്സുകളുണ്ടല്ലോ, അതിന്റെ പേരൊന്നും അല്ല എനിക്കറിയില്ല, ഞാൻ അത്ര മോഡേൺ അല്ല. പക്ഷേ അത് ആണിനും പറ്റില്ല. ആണിന്റെ ശരീരത്തിൽ ഇറങ്ങിയ ഡ്രസ്സ് പാടില്ല എന്ന് പഠിപ്പിച്ച മതാണിത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് എന്താ ടൈറ്റ് ഇട്ടാലും വെച്ചാൽ ഞങ്ങൾക്ക് പാടില്ല, ഞങ്ങളുടെ നബി പാടില്ല. ഞങ്ങളുടെ മുസ്ലിങ്ങളെ ഞങ്ങളുടെ ഇവിടെ ജീവിച്ചോട്ടെ, ഞങ്ങളുടെ ഭരണഘടന ഞങ്ങൾക്ക് ഇസ്ലാമായി ജീവിക്കാൻ ആർട്ടിക്കിൾ 25 അവകാശം നൽകി, ദയവ് ചെയ്ത് ഉപദ്രവിക്കരുത്. എങ്കിലേ പരലോകത്ത് രക്ഷപ്പെടും. എല്ലാത്തിനും തർക്കിക്കാൻ പോയാൽ ആ തർക്കം മാത്രം മതി നമ്മളെ നശിപ്പിക്കാൻ. എല്ലാറ്റിലും തർക്കിക്കണ്ട. പിന്നെ മിമ്പറിന്റെ ചൂട്ടിൽ നിങ്ങൾ നിർബന്ധമായി ഞാൻ പറയുന്ന അപ്പം നിങ്ങൾ മറുപടി പറയില്ല എന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ടല്ലേ ഇപ്പൊ ഞാൻ ഇതൊക്കെ പറയുന്നത്. നിങ്ങൾ അപ്പം മറുപടി പറയുമെങ്കിൽ ഇതിങ്ങനെ നിന്നുപോകുമല്ലോ. നിങ്ങൾക്ക് മറുപടി പറയട്ടോ ജുമയ്ക്കേശം. അൽഹംദുലില്ലാ, ഞാൻ എനിക്ക് വലിയ ഇഷ്ടമുള്ള. അതുകൊണ്ട് എനിക്ക് തന്നെ ഒരു പേടിയും ബേജാറും. ഈ ഉമ്മത്ത് എവിടെ എത്തി, ഇതെങ്ങനെ അവസാനിക്കും പേടിച്ചു. അതുകൊണ്ട് ദയവ് ചെയ്ത് അള്ളാഹിനോർക്കുക, നമ്മളൊരു മുസ്ലിമാണെന്ന് നോക്കുക, നമുക്ക് നിലപാടുണ്ടോ നോക്കുക. എല്ലാവർക്കും പറ്റുന്നത് നമുക്ക് പറ്റില്ല. അദ്ദുനിയ സിജുനുൽ മുഅ്മിൻ വജന്നത്തുൽ കാഫിർ. സത്യനിഷേധിക്ക് സ്വർഗം പോലെയാണ് ദുനിയാവ്, നമുക്ക് ജയിൽ പോലെയാണ്. അങ്ങനെ ജയിലിനൊരു ബൗണ്ടറി ഉണ്ട്, ആ ബൗണ്ടറി ഉണ്ട് നമുക്ക്. നിലപാടിന്റെ ഒരു ബൗണ്ടറി ഉണ്ട് നമുക്ക്, ആ ബൗണ്ടറി നമ്മൾ ലംഘിക്കുന്നു. പടച്ചോൻ നമ്മളെ ഖൈർ നൽകട്ടെ. നമ്മുടെ പള്ളിയുടെ പരിപാലനവുമായി ബന്ധപ്പെട്ട് മനസ്സ് തട്ടി എന്നും പറഞ്ഞ് മുഷിപ്പിക്കുന്നല്ല. ആഴ്ചയിലെ 7 ദിവസം ആവർത്തിച്ചു വരുമ്പോൾ ഒരു ദിവസം ഒരു മാസത്തിൽ 4 തവണയല്ലേ നമ്മളിത് കേൾക്കണുള്ളൂ. പള്ളിക്ക് കൊടുക്കണേ. ഒരു മാസത്തിൽ 4 വെള്ളിയാഴ്ചയല്ലേ നമ്മളിത് കേൾക്കുള്ളൂ. മാക്സിമം വന്നാൽ പള്ളിക്ക് കൊടുക്കണേ, അതേ ഉണ്ടാവുള്ളൂ. ഒരു സന്തോഷം അതൊക്കെ ആയിരിക്കും. ഒരു മസ്ജിദിന്റെ കാര്യമൊക്കെ നോക്കി നടക്കുന്ന ഒരാൾ മരിക്കുമ്പോൾ പറയൂ ആ പള്ളിന്റെ എല്ലാമായിരുന്നു പോരെ. കള്ളുഷാപ്പിൽ നോക്കിയ ഒരാൾ നല്ലല്ലോ പറയണം. അള്ളാഹുവിന്റെ മസ്ജിദ് നോക്കിയ നല്ലൊരു മനുഷ്യനായിരുന്നു. അയാൾ കൊണ്ടായിരുന്നു ആ മദ്രസ തുറന്നു പോയത്. 5-6 കുടുംബമൊക്കെ പോറ്റിയിരുന്നത് ആ സാധുവായ മനുഷ്യനായിരുന്നു. അതിനെ അവർ അല്ലാതെ വെറുതെ സോഷ്യൽ മീഡിയ കയറുന്ന എന്തൊക്കെയോ പറഞ്ഞ് കുറെ ചിരിച്ച്, കുറെ പരിഹസിച്ച്, കുറെ അപഹസിച്ച്. എനിക്ക് തന്നെ തോന്നുകയാണ് നമ്മൾ തന്നെ, നമ്മുടെ പണ്ഡിതന്മാര് തന്നെ അതിര് വിട്ടുപോകുന്നുണ്ടോ എന്നുള്ളിടത്താണ് ഞാനുള്ളത്. എങ്ങനെ ആവശ്യമില്ലാത്ത തരത്തിൽ ഇടപെടണ്ടാന്നേ. എല്ലാത്തിനും ഞാൻ അഭിപ്രായം പറഞ്ഞാൽ അഭിപ്രായം ഒന്നും ഉണ്ടാകും. ഇവിടെ എല്ലാവരും പറയുന്നതാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് സമയം, വിലപ്പെട്ട സമയം, 2 ഖുർആൻ ആയത്ത് ഓതി പഠിച്ചോളൂ, ഒരു ദിക്ർ പഠിച്ചോളൂ, ഒരു പാവപ്പെട്ട ഒരാൾക്ക് എന്തെങ്കിലും ഒരു നല്ല കാര്യം ഫോർവേഡ് ചെയ്ത് കൊടുത്തോളൂ, ഒരു പാവപ്പെട്ടവന്റെ അയാൾക്കൊരു ഫണ്ട് കൊടുക്കാനുള്ള എന്തെങ്കിലുമൊക്കെ ഫോർവേഡ് ചെയ്യേണ്ട അതൊക്കെ ഫോർവേഡ് ചെയ്തോളൂ. അതിനൊക്കെ കൂലി കിട്ടും. പറഞ്ഞു എന്ന് മാത്രം. അള്ളാഹു ഖൈർ നൽകട്ടെ, നന്മ നൽകട്ടെ, തൗഫീഖ് നൽകട്ടെ, തഖ്വ നൽകട്ടെ. ശിർക്കിൽ നിന്ന് തൗഹീദിലേക്കുള്ള ഹിജറ പോകേണ്ടി വന്നാൽ ആ ഹിജറ നിർവഹിക്കുന്ന കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾച്ചേർത്ത് അനുഗ്രഹിക്കട്ടെ. അള്ളാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്.